Ems Smrithi 2022 സെഷൻ 2 ആരംഭിക്കുന്നു. സെഷൻ 2-ൽ സ്വാഗതം പറയുന്നത് Ems Smrithi സംഘാടക സമിതി വൈസ് ചെയർമാൻ സഖാവ് PK ഷാജൻ അവർകളാണ്. സഖാവ് PK ഷാജനെ സ്വാഗത പ്രസംഗത്തിനായി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സഖാക്കളെ, Ems സ്മൃതിയുടെ ഭാഗമായിട്ടുള്ള രണ്ടാമത്തെ സെഷൻ ആരംഭിക്കുകയാണ്. രണ്ടാമത്തെ സെഷനിൽ ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത് അധ്വാനം, തൊഴിൽ, ഉദാരവൽക്കരണം. ഈ വിഷയം അവതരിപ്പിക്കുന്നത് CITU-വിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവുമായ പ്രിയപ്പെട്ട സഖാവ് വെളമരം കരീം MP സഖാവാണ്. സഖാവിനെ ആദരപൂർവം ഈ Ems സ്മൃതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി വിഷയം അവതരിപ്പിക്കുന്നത് സാമ്പത്തിക നയങ്ങളും നവ ഉദാരവൽക്കരണ കാലത്തെ സമ്പദ് വളർച്ചയും എന്ന വിഷയമാണ്. അത് ഇവിടെ അവതരിപ്പിക്കുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സുർജിത് മഞ്ചന്ദാറാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവം ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. മൂന്നാമതായി വിഷയം അവതരിപ്പിക്കുന്നത് അസമത്വവും ദാരിദ്ര്യവും ഉദാരവൽക്കരണവും എന്ന നയമാണ്. അത് പ്രൊഫസർ മധുര സ്വാമിനാഥനാണ്. അവർ 2 ദിവസം മുൻപ് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പക്ഷേ കോൾഡും ചില ശാരീരിക പ്രശ്നങ്ങളും കാരണം ഇവിടെ ഹാജരാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അവരെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഇവിടെ ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ഡോക്ടർ PK ബിജുവാണ്. സഖാവിനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വേദിയിലും സദസ്സിലും എല്ലാം ഒരുപോലെയുള്ള പ്രഗത്ഭരാണ് പങ്കെടുക്കുന്നത്. എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷനായി ഡോക്ടർ PK ബിജു സഖാവിനെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ സ്വാഗത പ്രസംഗം നിർത്തുന്നു. അഭിവാദ്യം. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ഡോക്ടർ PK ബിജുവിനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, ഉദ്ഘാടനത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രഭാഷണമാണ്. 2 പ്രധാനപ്പെട്ട വിഷയങ്ങളിലാണ് ഇവിടെ അവതരണം നടത്തുന്നത്. ഒന്ന് അധ്വാനം, തൊഴിൽ, ഉദാരവൽക്കരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് CITU-ൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പാർലമെൻറ്റിലെ ശ്രദ്ധേയമായ നേതൃത്വവുമായ വെളമരം കരീം MP-യാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക നയങ്ങളും നവ ഉദാരവൽക്കരണവും സമ്പദ് വളർച്ചയും സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രൊഫസർ സുർജിത് മഞ്ചുംദാറാണ് ഇവിടെ വിഷയം അവതരിപ്പിക്കുന്നത്. തീർച്ചയായും ഈ 2 വിഷയങ്ങളും ഇന്നത്തെ കോൺടെസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നാണ് കരുതുന്നത്. 2014 ശേഷം നമ്മുടെ രാജ്യത്ത് അതിവേഗതയിലാണ് നവ ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് കാലത്തിന് മുമ്പ് തന്നെ രാജ്യത്ത് നവ ഉദാരവൽക്കരണം വലിയ തോതിലുള്ള ആഘാതം സൃഷ്ടിച്ചിരുന്നു. യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ് തന്നെ ഈ പ്രതിസന്ധി മറച്ചു പിടിക്കാനാണ് പരിശ്രമിച്ചത്. 50 വർഷത്തെ ഏറ്റവും വലിയ തൊഴിൽ നഷ്ടമാണ്, അല്ലെങ്കിൽ തൊഴിലില്ലായ്മയാണ് നമ്മുടെ രാജ്യത്ത് സൃഷ്ടിക്കപ്പെട്ടത്. കോവിഡ് മഹാമാരി യഥാർത്ഥത്തിൽ അതിനെ ആക്സലറേറ്റ് ചെയ്തു. ഇന്ന് അതിനെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിനുള്ള നയങ്ങളാണ് കേന്ദ്രത്തിലെ BJP സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളിലെ കോർപ്പറേറ്റ് വൽക്കരണമാണ്. വലിയ തോതിൽ നമ്മുടെ രാജ്യത്തിന് തൊഴിൽ നൽകിക്കൊണ്ടിരിക്കുന്ന മേഖലയെ കോർപ്പറേറ്റുകൾക്ക് കൈമാറുന്നതോടുകൂടി രാജ്യത്ത് നിലനിൽക്കുന്ന തൊഴിലിൻ്റെ അവസ്ഥ വലിയ തോതിൽ ചുരുങ്ങാൻ പോവുകയാണ്. മാത്രവുമല്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ പുറത്തുവിട്ടത് കാണിക്കുന്നത് തന്നെ
നഗര ഗ്രാമ തൊഴിൽ മേഖലയിലുള്ള വ്യതിയാനം വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ മോദി ഗവൺമെൻറ് ഇഷ്ടമില്ലാത്ത നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി അതും കൂടി ഇല്ലാതിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ തകർച്ചയായിരിക്കണം തൊഴിൽ മേഖലയുടെ സ്റ്റാറ്റിസ് എന്ന് കാണിക്കുന്നത്. അപ്പം ആ വലിയ പ്രതിസന്ധി വീണ്ടും വലിയ തോതിൽ ആക്കം കൂട്ടാനുള്ള പരിശ്രമം രാജ്യത്തെ ഗവൺമെൻറ് പുതിയ പോളിസിയുടെ ഭാഗമായി സൃഷ്ടിക്കുകയാണ്. അതോടൊപ്പം ഇപ്പോൾ വരാൻ പോകുന്ന പുതിയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ആധുനിക ശാസ്ത്ര സാങ്കേതിക രംഗത്തിൻ്റെ വികാസം വലിയ മേഖലയെ തൊഴിൽ മേഖലയെ ബാധിക്കാൻ പോവുകയാണ്. തൊഴിൽ തന്നെ ഒരു സ്ഥിരം തൊഴിലില്ലാത്ത സ്ഥിതിയിലേക്ക് വരുന്നു. ഇപ്പോൾ പുതിയ ചില കൺസെപ്റ്റൊക്കെ വരുന്നത് ഹ്യൂമൻ ക്ലൗഡ് സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് ഇന്ന തൊഴിൽ എൻ്റെ കയ്യിലുണ്ട്, ആവശ്യക്കാർ വരണം എന്നുള്ള പുതിയ കാലത്തിൻ്റെ തൊഴിൽ സംസ്കാരത്തിലേക്ക് ലോകം നീങ്ങുകയാണ്. ഇതെല്ലാം യഥാർത്ഥത്തിൽ സാധാരണ ജനജീവിതത്തെ വലിയ തോതിൽ ബാധിക്കുന്ന വിഷയങ്ങളാണ്. സാമ്പത്തിക രംഗത്തും തൊഴിൽ രംഗത്തുമുള്ള ഈ പുതിയ പ്രവണതകളെ സംബന്ധിച്ചെല്ലാം ഈ രണ്ട് ബഹുമാന്യരായ പ്രഭാഷകരും അവരുടെ അഭിപ്രായങ്ങൾ ഇവിടെ പങ്കുവെക്കും. നിങ്ങൾക്കതിന് സംവദിക്കാനുള്ള അവസരമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെയേറെ സജീവമായ ചർച്ചയ്ക്കും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പുതിയ അറിവുകൾ സമാഹരിക്കുന്നതിനും ഈ സെഷൻ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ മറ്റു കാര്യങ്ങളിൽ കടക്കാതെ ആദ്യ പ്രതികരണത്തിനായി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ രാജ്യസഭ എംപിയും CIT-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ സഖാവ് വെള്ളമരം കരീമിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മഹാനായ EMSൻ്റെ സ്മൃതി തുടിച്ചു നിൽക്കുന്ന ഈ വേദിയിൽ EMS ജനങ്ങളെ പഠിപ്പിച്ച അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ വിമോചന ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് എൻ്റെ വിഷയം ഞാൻ അവതരിപ്പിക്കുന്നത്. തൊഴിൽ, അധ്വാനം, തൊഴിൽ, ഉദാരവൽക്കരണം, ഇതാണ് സബ്ജക്റ്റ്. എനിക്ക് ശേഷം പ്രൊഫസർ സുർജിത് മജൂംദാർ സംസാരിക്കാറുണ്ട്. ഈ വിഷയം വളരെ സങ്കീർണവും വളരെ വിപുലവുമാണ്. ഞാൻ കഴിയാവുന്നത്ര ചുരുക്കി എൻ്റെ അഭിപ്രായങ്ങൾ അവതരിപ്പിക്കാം. അധ്വാനം നമ്മളെല്ലാവരും സാധാരണ കേൾക്കുന്ന ഒരു വാക്കാണ്. ഈ ലോകത്ത് കാണുന്ന എല്ലാ സമ്പത്തിൻ്റെയും സൃഷ്ടാവ് മനുഷ്യാധ്വാനമാണ്. അതുകൊണ്ട് പൊതുവിൽ പറയാറുണ്ട്, എല്ലാ സമ്പത്തിൻ്റെയും പിതാവ് മനുഷ്യാധ്വാനമാണ്, മാതാവ് ഈ ഭൂമിയുമാണ്. ഭൂമിയിൽ കാണുന്ന അല്ലെങ്കിൽ ഭൂമിയിലുള്ള വസ്തുക്കളിന്മേൽ മനുഷ്യാധ്വാനം ചെലുത്തിയാണ് ഓരോ ഉൽപ്പന്നങ്ങളും രൂപാന്തരപ്പെടുത്തുന്നത്. അത് സൃഷ്ടിക്കലല്ല, നിലവിലുള്ള രൂപത്തിൽ നിന്ന് പുതിയ രൂപത്തിലേക്ക് മനുഷ്യൻ്റെ ഏതെങ്കിലും ആവശ്യങ്ങൾ നിർവഹിക്കുക എന്ന ഗുണമുള്ള ഒരു വസ്തുവാക്കി അതിനെ രൂപാന്തരപ്പെടുത്തുകയാണ് ഈ അധ്വാനത്തിലൂടെ ചെയ്യുന്നത്. അധ്വാനം കുടികൊള്ളുന്നത് മനുഷ്യനിലാണ്. ഈ അധ്വാന പ്രവൃത്തി മനുഷ്യൻ വെറും കൈകൾ കൊണ്ട് ചെയ്യുന്നതല്ല, അവർ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉപയോഗിക്കും. ആദ്യകാലത്ത് വളരെ പ്രാകൃതമായ തൊഴിലുപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തെങ്കിലും വടിയോ കല്ലോ. പിന്നീട് അത് പതുക്കെ ഇങ്ങനെ രൂപാന്തരപ്പെട്ടു വന്നു. ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മനുഷ്യ സമൂഹം ഒരു കാലഘട്ടത്തിൽ എങ്ങനെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന അധ്വാന ഉപകരണങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരുന്നു എന്ന് പരിശോധിച്ചാൽ മതി. അധ്വാന പ്രവർത്തനം എങ്ങനെ മനുഷ്യനെ മുന്നോട്ട് നയിച്ചു എന്നത് അത് സംബന്ധിച്ച് ഒരുപാട് സിദ്ധാന്തങ്ങൾ ലോകത്തിന് മുമ്പിലുണ്ട്. എംഗൽസ് അധ്വാനം മനുഷ്യനെ വാനരനിൽ നിന്ന് നരനിലേക്ക് വളർത്തിക്കൊണ്ടുവന്നതിൻ്റെ ശാസ്ത്രം വളരെ മനോഹരമായി വിശദീകരിച്ചിട്ടുണ്ട്. അധ്വാനമാണ് മൂല്യം സൃഷ്ടിക്കുന്നത് എന്ന് മാർക്സിൻ്റെ കണ്ടുപിടുത്തമല്ല. മാർക്സിന് മുമ്പ് തന്നെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ അധ്വാന മൂല്യ സിദ്ധാന്തം ആവിഷ്കരിച്ചിരുന്നു. 18-ാം നൂറ്റാണ്ടിലാണ് മുതലാളിത്തം വലിയ തോതിൽ വികാസം പ്രാപിക്കുന്നത്. പുതിയ കണ്ടുപിടുത്തങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചകൾ ഇതെല്ലാം ഉണ്ടാകുന്നതിനനുസരിച്ച് ഉൽപ്പാദന മേഖലയിൽ വലിയ മാറ്റങ്ങൾ വന്നു. മുതലാളിത്ത ഉൽപ്പാദന രീതി നിലവിൽ വന്നു. ആ മുതലാളിത്തത്തിൻ്റെ വികാസത്തോടനുബന്ധിച്ച് തന്നെ
എല്ലാ ആചാര മര്യാദകളുടെയും അടിസ്ഥാനത്തിലുള്ള പഴയ സാമൂഹ്യ വ്യവസ്ഥ തകരുകയും ഒന്നിനും ഒരു തിട്ടവുമില്ലാത്ത, എങ്ങോട്ട് പോകുന്നു എന്ന് ഊഹിക്കാൻ പോലും കഴിയാത്ത ക്രമക്കേടുകളുടേതായ ഒരു ക്രമം ലോകത്ത് നിലവിൽ വന്നു. ഈ മുതലാളിത്ത വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സാമ്പത്തിക ശാസ്ത്രം ആവിഷ്കരിക്കാൻ മുതലാളിത്തത്തിൻ്റെ വക്താക്കൾ നിർബന്ധിതമായി. അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇക്കോണമി എന്ന ഒരു ശാസ്ത്രശാഖ തന്നെ രൂപം കൊള്ളുന്നത്. ഇതിൻ്റെ ആദ്യകാല വക്താക്കൾ വില്യം പെറ്റി, ആദം സ്മിത്ത്, ഡേവിഡ് റിക്കാർഡോ, തോമസ് മൽത്തൂസ് തുടങ്ങിയിട്ടുള്ള അതിപ്രശസ്തരായ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. അവരുടെ എല്ലാം ശാസ്ത്രവീക്ഷണം, സാമ്പത്തിക ശാസ്ത്ര സംബന്ധിച്ചവരുടെ വീക്ഷണം ബൂർഷ്വ വർഗത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടായിരുന്നു, മുതലാളി വർഗത്തിൻ്റെ പക്ഷത്തു നിന്നുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വീക്ഷണം ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത് കാൾ മാർക്സാണ്. 1818 മുതൽ 83 വരെയുള്ള കാലത്ത് മാർക്സിൻ്റെ വീക്ഷണം അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ടായിരുന്നു എന്നതാണ് രണ്ടും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം. തൊഴിലാളികൾക്ക് അധ്വാനിക്കാനുള്ള ശേഷിയെ മുതലാളിമാർക്ക് തൊഴിലാളി എന്ന നിലയിൽ വിൽപ്പന നടത്തുക ചെയ്യുന്നു. മാർക്സ് തൻ്റെ സിദ്ധാന്തം ആവിഷ്കരിക്കുന്നവരെ ലോകത്തുണ്ടായിരുന്ന ധാരണ അധ്വാനത്തെയാണ് ഈ മുതലാളി വർഗം വിലക്കു വാങ്ങുന്നത് എന്നായിരുന്നു. മാർക്സ് പറഞ്ഞു, അധ്വാനത്തെ അല്ല തൊഴിലാളി വിൽക്കുന്നത്, അധ്വാന ശക്തിയെയാണ്. അധ്വാന ശക്തിയും അധ്വാനവും രണ്ടാണ്. അധ്വാന ശക്തി വിനിയോഗിക്കപ്പെട്ടതിന് ശേഷമുള്ള വസ്തുവിലാണ് അധ്വാനം കുടികൊള്ളുന്നത്. അധ്വാന ശക്തി മനുഷ്യരിലാണ് കുടികൊള്ളുന്നത്. അധ്വാന ശക്തി പുനരുൽപ്പാദിപ്പിക്കാൻ കഴിയുന്നതാണ്. ഒരാൾ 8 മണിക്കൂറോ 10 മണിക്കൂറോ അധ്വാനിച്ചാൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ആ തൊഴിലാളിയുടെ അധ്വാനശേഷി ചോർന്നു പോകും. അത് ഭക്ഷണം കഴിച്ച് വീണ്ടെടുക്കാം. മാത്രമല്ല, ഒരു 50, 60, 70 കൊല്ലം അധ്വാനിച്ചാൽ അദ്ദേഹം രോഗാതുരനാവും, വാർദ്ധക്യത്തിലേക്ക് പോകും. അപ്പോൾ പുതിയ തലമുറകളിലൂടെ ഈ അധ്വാന ശക്തിയെ നിലനിർത്താം. ഇതിനൊക്കെ ഈ തൊഴിലാളികളുടെ കുടുംബം ആയി ജീവിക്കുന്നതിന് ജീവിതോപാധികൾ ആവശ്യമുണ്ട്. ആ ജീവിതോപാധികളാണ് കൂലിയായി തൊഴിലാളികൾക്ക് ലഭിക്കുന്നത്, വേതനമായി, ശമ്പളമായിട്ടൊക്കെ ലഭിക്കുന്നത്. അപ്പോൾ തൊഴിലാളി വിൽപ്പന നടത്തുന്നത് തൻ്റെ അധ്വാന ശക്തിയാണ്. അധ്വാന പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുമ്പ് വെളിയിൽ വെച്ച് ഈ അധ്വാന ശക്തിയെ മുതലാളി വില നിശ്ചയിച്ചു വാങ്ങുകയാണ്. അങ്ങനെ വിൽക്കാൻ സ്വാതന്ത്ര്യമുള്ള മനുഷ്യർ മാറുമ്പോൾ മാത്രമേ ഈ വ്യവസ്ഥ നിലവിൽ വരൂ. അടിമ കാലഘട്ടത്തിൽ ഈ മുതലാളിത്ത വ്യവസ്ഥ എന്ന് പറയുന്ന ആ സമ്പ്രദായം ഒരിക്കലും പ്രായോഗികമല്ല. കാരണം അടിമ ഉടമസ്ഥൻ്റെ കീഴിൽ മാത്രമേ ജോലി ചെയ്യാൻ പറ്റൂ. ഫ്യൂഡൽ കാലഘട്ടത്തിലും ഭൂമിയിൽ നിന്ന് സ്വതന്ത്രനായ നിസ്വനായ പ്രോലിറ്റേറിയൻ എന്ന് പറയുന്നൊരു വർഗം ഉയർന്നു വന്നിരുന്നില്ല. അവർ ഭൂമിയുമായി ബന്ധപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ആ വ്യവസ്ഥ തകർന്ന് മനുഷ്യർ സ്വതന്ത്രരായി തൻ്റെ അധ്വാന ശക്തിയെ ആർക്കും വിൽക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യരായി മാറുമ്പോഴാണ് അവർക്ക് ഈ അവസ്ഥ വരുന്നത്. അപ്പോഴാണ് ഈ അധ്വാന ശക്തിയെ വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്നത്. അധ്വാന ശക്തി ഒരു ചരക്കായി മാറുന്ന സമയത്ത്, ഒരു ചരക്കെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏതെങ്കിലും ഒരാവശ്യത്തെ തൃപ്തിപ്പെടുത്തുന്ന വസ്തുവിനെയാണ് നാം കമ്മോഡിറ്റി അല്ലെങ്കിൽ ചരക്ക് എന്ന് വിളിക്കുന്നത്. അധ്വാന ശക്തിയും ഒരു ചരക്ക് പോലെയാവുക. ചരക്കിന് വില നിർണ്ണയിക്കുന്നത് കമ്പോള നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കമ്പോള നിയമം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലഭ്യത, ആവശ്യകത, ഡിമാൻഡ് ആൻഡ് സപ്ലൈ, ഈ 2 തത്വങ്ങളെ ആസ്പദമാക്കിയാണ് ഇതിൻ്റെ വില നിർണ്ണയിക്കുന്നത്. ഏതെങ്കിലും ഒരു ചരക്ക് ആവശ്യത്തിൽ കൂടുതൽ മാർക്കറ്റിൽ കുമിഞ്ഞുകൂടിയാൽ സ്വാഭാവികമായി അതിൻ്റെ വിലയിൽ കുറവ് വരും. ആവശ്യത്തിന് ലഭ്യമല്ലെങ്കിൽ അതിൻ്റെ വിലയിൽ വർധനവുണ്ടാകും. പക്ഷെ അതെല്ലാം ഒരു നിശ്ചിത അളവിലായിരിക്കും. എത്ര ഡിമാൻഡില്ലെങ്കിലും ഒരു കാറ് 10 രൂപക്കൊന്നും കിട്ടില്ല. ഇനി എത്ര ഡിമാൻഡ് കൂടിയാലും ഒരു മൊട്ട് സൂചിക്ക് 10 ലക്ഷം രൂപയൊന്നും ആവില്ല. ഒരു കുറ്റിക്ക് ചുറ്റുമാണ് ഇതിങ്ങനെ പോവുക. അതാണ് സാമ്പത്തിക നിയമം. അപ്പം എല്ലാ ചരക്കുകളും പോലെ മനുഷ്യൻ്റെ അധ്വാനവും ഒരു ചരക്കായി മാറുന്നു മുതലാളിത്ത വ്യവസ്ഥയിൽ. ആ ചരക്കിന് ഈ കമ്പോള നിയമങ്ങളെല്ലാം ബാധകമാണ്. ധാരാളം തൊഴിൽ ചെയ്യാനുള്ളവർ മാർക്കറ്റിലുള്ളപ്പോൾ
അവരുടെ അധ്വാന ശക്തിക്ക് വില കുറയും. അപ്പം ഈ അധ്വാന ശക്തി വില കുറച്ച് കിട്ടുന്നതിന് തൊഴിലില്ലാത്ത ഒരു പട്ടാളം ഉണ്ടായിരിക്കേണ്ടത് മുതലാളിത്തത്തിന് അനിവാര്യമാണ്. തൊഴിലില്ലായ്മ മുതലാളിത്തത്തിൻ്റെ സൃഷ്ടിയാണ്. എങ്കിൽ മാത്രമേ അവർക്ക് ഈ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. കമ്പോളത്തിൽ വില പേശി ഈ അധ്വാന ശക്തി വാങ്ങുന്ന മുതലാളി തൊഴിലുടമയാണ്. അയാൾ ഏത് വിധത്തിൽ അധ്വാനിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അതിനുപയോഗിക്കേണ്ട യന്ത്രങ്ങൾ, സാങ്കേതിക വിദ്യ, തൊഴിൽ ക്രമങ്ങൾ, ഇതെല്ലാം നല്ല മാനേജ്മെൻറ്റുകളിലൂടെ പരമാവധി ഉപയോഗിച്ച് സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് മുതലാളിത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല മാനേജ്മെൻ്റ് ആണെങ്കിൽ ഒരു വ്യവസായത്തിലുള്ളതെങ്കിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ ഈ അധ്വാന ശക്തിയെ വിനിയോഗിക്കാൻ സാധിക്കും. പക്ഷെ എത്ര ഉൽപ്പാദനം നടന്നാലും മുൻകൂട്ടി നിശ്ചയിച്ച വേതനം മാത്രമേ തൊഴിലാളികൾക്ക് നൽകേണ്ടതുള്ളൂ. തൊഴിലാളികളുടെ വേതനം നിർണ്ണയിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ? അവരുടെ ശരീരത്തിൽ നിന്ന് അധ്വാന പ്രവർത്തനം നടത്തുമ്പോൾ ചോർന്നു പോകുന്ന അധ്വാന ശക്തിയെ വീണ്ടെടുക്കാൻ ആവശ്യമായ വസ്തുക്കൾ വാങ്ങാനുള്ള പ്രതിഫലം, അതിനുള്ള വില, കൂലി, അതാണ് കൂലിയുടെ നിശ്ചയം. നമ്മൾ സാധാരണ മിനിമം കൂലി എന്നൊക്കെ പറയുന്നില്ലേ? മിനിമം കൂലിയുടെ അടിസ്ഥാനം എന്താ? അല്ലെങ്കിൽ ഒരു വേതന ഘടനയുടെ അടിസ്ഥാനം എന്താ? ഒരു മനുഷ്യന് മനുഷ്യനായി ജീവിക്കാൻ ആവശ്യമായ ആരോഗ്യം ലഭ്യമാകുന്നതിന് വേണ്ട വസ്തുക്കൾ കമ്പോള വിലക്ക് വാങ്ങാനുള്ള ചുരുങ്ങിയ പണം, ചുരുങ്ങിയ നിലയിൽ ജീവിക്കാൻ. ഇതെല്ലാം നിർണ്ണയിക്കാൻ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ വിചാരിച്ചാൽ കുറച്ച് സമയം കൊണ്ട് സാധിക്കും. ഇപ്പോൾ ലോകാരോഗ്യ സംഘടന ഒരു മനുഷ്യനായി ജീവിക്കാൻ 2700 കലോറി ഊർജം വേണം എന്ന് കണക്കാക്കുന്നു. അതിപ്പോൾ 2300 ആയാലും 1800 ആയാലും ജീവിച്ചു പോകാം. അത്രയും കലോറി ഊർജം ഒരു ദിവസം മനുഷ്യന് ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായ ഭക്ഷണം കഴിക്കണം. അത് കപ്പയാവാം, അരിയാവാം, ഗോതമ്പാവാം, അവനും ഇഷ്ടമുള്ളത് ലഭിക്കുന്നത് എന്താണോ നാട്ടിലെ രീതി, അതിനനുസരിച്ച്. അപ്പോൾ ഈ കിട്ടുന്ന കൂലി കൊണ്ട് അത്രയും ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാൻ സാധിക്കണം. അതാണ് കൂലിയുടെ അടിസ്ഥാനം. അല്ലാതെ നമുക്ക് നിശ്ചയിക്കുന്ന മാതിരി ഒരു കുറഞ്ഞ കൂലി നിശ്ചയിക്കുകയല്ല. മനുഷ്യൻ എന്ന നിലയിൽ സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് വസ്ത്രധാരണം വേണം. അപ്പോൾ വസ്ത്രം വാങ്ങണം. രോഗം വന്നാൽ ചികിത്സിക്കണം. പാർപ്പിടം വേണം. പിന്നെ ഇങ്ങനെ കൂടുതൽ വികാസം പ്രാപിക്കുമ്പോൾ അവർക്ക് മറ്റ് പത്രം വായിക്കാനുള്ള സൗകര്യം, സാംസ്കാരിക കാര്യങ്ങൾ, സാമൂഹ്യ പരിപാടികളിൽ ഏർപ്പെടാൻ ആവശ്യമായ ചെലവ്, ഇതെല്ലാം കണക്കുകൂട്ടാം. പിന്നെ തൊഴിലാളിക്കൊരു തുടർച്ച വേണം. തുടർച്ച എന്ന് പറഞ്ഞാൽ അയാളുടെ കാലാവധി, അയാളുടെ കാലം ശേഷവും ഈ അധ്വാന പ്രവർത്തനം നടത്തുന്നവർ ഭൂമിയിൽ വേണമല്ലോ. അതിനാണ് അവരുടെ കുടുംബം. അപ്പം ഭാര്യ, ഭർത്താവ്, മക്കൾ, ഇതെല്ലാം അടങ്ങുന്ന കുടുംബത്തിന് ഇയാളുടെ അധ്വാന ശക്തി വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റണം. അതെല്ലാം കണക്കൂട്ടിയാണ് ഈ മിനിമം കൂലിയൊക്കെ നിശ്ചയിക്കുന്നത്. മിനിമം വേജസ് അഡ്വൈസറി ബോർഡ്, മിനിമം വേജസ് നിയമം, ഇതൊക്കെ രാജ്യം നിലവിലുണ്ട്. അവരിതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ നിശ്ചയിക്കും. പക്ഷേ ലോകത്ത് മറ്റ് ചരക്കുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവ ഗുണം ഈ അധ്വാന ശക്തിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ, അധ്വാന ശക്തിയുടെ വിലയേക്കാൾ കൂടുതൽ മൂല്യം സൃഷ്ടിക്കാൻ കഴിയുന്ന അപൂർവമായ ഒരു ചരക്കാണ് അധ്വാന ശക്തി. ഇതാണ് മാർക്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തം. മുതലാളിക്ക് വിൽക്കുന്നത് തൻ്റെ അധ്വാന ശക്തിയെയാണ്. അതിന് മാർക്കറ്റിൻ്റെ നിയമമനുസരിച്ച് ലഭ്യമാകുന്ന കൂലിയേക്കാൾ, വേതനത്തേക്കാൾ അല്ലെങ്കിൽ ശമ്പളത്തേക്കാൾ കൂടുതൽ മൂല്യം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. ഈ തൊഴിലാളിയെ ശമ്പളത്തിന് നിയോഗിച്ച തൊഴിലുടമ എന്ന മുതലാളിക്ക് അധ്വാനത്തിൻ്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന പുതിയ യന്ത്രങ്ങൾ സ്ഥാപിച്ചു, ആധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോഗിച്ചു, അധ്വാന സമയം ദീർഘിപ്പിച്ചു. താൻ മുൻകൂട്ടി നിശ്ചയിച്ച, ഫാക്ടറിക്ക് വെളിയിൽ വെച്ച് നിശ്ചയിച്ച കൂലിക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ അധ്വാന ശക്തി ഉപയോഗപ്പെടുത്തി കൂടുതൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മുൻകൂട്ടി നിശ്ചയിച്ച വേതനം മാറ്റി നിർത്തിയാൽ ബാക്കി ആ സമ്പത്ത് മുഴുവൻ മൂലധനത്തിൻ്റെ ഉടമയ്ക്കുള്ളതാണെന്നാണ് മുതലാളിത്തത്തിൻ്റെ വ്യവസ്ഥ. ഇതാണ് മാർക്സ് വിശകലനം ചെയ്തുകൊണ്ട് പറഞ്ഞത്. തൊഴിലാളികൾ ഒരു തൊഴിലുടമയുടെ കീഴിൽ ജോലിക്ക് കരാറിൽ ഏർപ്പെടുമ്പോൾ 8 മണിക്കൂർ ജോലി അല്ലെങ്കിൽ 10 മണിക്കൂർ ജോലി എന്ന വ്യവസ്ഥയ്ക്ക് ഒരു കൂലി നിർണ്ണയിക്കുമ്പോൾ അതിലാദ്യത്തെ കുറച്ച് സമയം
തനിക്ക് നിശ്ചയിക്കപ്പെട്ട കൂലിക്ക് വേണ്ടി അദ്ദേഹം ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ബാക്കി സമയം അദ്ദേഹം തൊഴിലാളി ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം, ചരക്ക് തൊഴിലുടമക്ക്, മൂലധനത്തിന് ഉടമക്ക് അവകാശപ്പെട്ടതാണ്. അപ്പം ആദ്യത്തെ ഭാഗം അവശ്യ അധ്വാനം, കൂലിക്ക് വേണ്ടി മാത്രമുള്ള അധ്വാനം. രണ്ടാമത്തെ അധ്വാനം മിച്ച അധ്വാനം. ആ മിച്ച അധ്വാനം സൃഷ്ടിക്കുന്ന മൂല്യത്തെയാണ് മിച്ച മൂല്യം എന്ന് മാർക്സ് വിശകലനം ചെയ്തത്. ഈ മിച്ച മൂല്യമാണ് മുതലാളിയുടെ ലാഭം. ആ മിച്ച മൂല്യത്തിൽ നിന്ന് പലരും പങ്കുവെക്കേണ്ടതുണ്ട്. ഈ മുതലാളി മാത്രമല്ല, ഉദ്യോഗസ്ഥന്മാർ, പല ലൈസൻസ് നൽകേണ്ടവർ, സർക്കാർ ഏജൻസികൾ, പല തരത്തിലായിട്ട് അത് കുറച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. എങ്കിലും മിച്ച മൂല്യം തട്ടിയെടുക്കുന്നു ഈ മൂലധനത്തിൻ്റെ ഉടമസ്ഥന്മാർ. ഇതാണ് മുതലാളിത്ത വ്യവസ്ഥ. ഈ മുതലാളിത്തം രൂപം കൊണ്ട നാൾ മുതൽ തന്നെ തൊഴിലെടുക്കുന്നവർ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് 1848 കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം ലോക തൊഴിലാളികളോട്, അധ്വാനിക്കുന്ന മുഴുവൻ ജനതയോടും സംഘടിക്കാനും പോരാടാനുമുള്ള ആഹ്വാനം, നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ചങ്ങലകൾ മാത്രമാണ് കിട്ടാനുള്ളൊരു പുതിയ ലോകമെന്ന ആഹ്വാനം ലോകത്തിലെ മുഴുവൻ തൊഴിലാളികളെയും ആവേശം കൊള്ളിച്ചതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചിന്തിക്കാൻ തുടങ്ങി. ജോലി സമയം 8 മണിക്കൂർ, ബാക്കി സമയങ്ങൾ വിനോദത്തിനും വിശ്രമത്തിനുമായി മാറ്റിവെക്കണമെന്ന മുദ്രാവാക്യവുമായി അമേരിക്കയിലെ ചിക്കാഗോവിൽ തൊഴിലാളികൾ തെരുവിലിറങ്ങി. അതിൻ്റെ സ്മരണയാണ് നമ്മുടെ മെയ് ദിനം. ഇങ്ങനെ എണ്ണമറ്റ സമരങ്ങൾ വന്നു. മുതലാളിത്തത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ എല്ലാ യാതനകൾക്കും പ്രയാസങ്ങൾക്കും ഉത്തരവാദി യന്ത്രങ്ങളാണെന്നായിരുന്നു തൊഴിലാളികളുടെ ധാരണ. അതുകൊണ്ട് ആദ്യത്തെ തൊഴിലാളി സമരങ്ങളെല്ലാം യന്ത്രങ്ങൾ നശിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. പിന്നീട് ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ മുതലാളിത്ത വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാനും ഈ വ്യവസ്ഥ എങ്ങനെ കടപുഴക്കിയെറിയാം എന്നതിൻ്റെ സിദ്ധാന്തം മനസ്സിലാക്കാനും തൊഴിലാളി വർഗത്തിന് സാധിച്ചു. അങ്ങനെയാണ് 1917 ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് രാഷ്ട്രം ഉദയം കൊള്ളുന്നത്. നിങ്ങൾ നോക്കൂ, അധ്വാനമാണ് എല്ലാ മൂല്യവും സൃഷ്ടിക്കുന്നതെങ്കിൽ ഈ സമ്പത്തിൻ്റെയൊക്കെ സൃഷ്ടാവ് അത് മനുഷ്യാധ്വാനമാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അതും മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ? ഞാൻ ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, യന്ത്രോപകരണങ്ങൾ, അതിന് മുമ്പ് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ലേ? അവരുടെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമസ്ഥന്മാർ ഇന്നലെ വരെ, മരണം വരെ ഈ ഭൂമിയിൽ അധ്വാനിച്ച് ഈ സമ്പത്തൊക്കെ സൃഷ്ടിച്ചു പോയവരുടെ പിന്തുടർച്ചക്കാരായ ഇപ്പോഴത്തെ മുഴുവൻ മനുഷ്യരുമാണ്. ഈ ആശയങ്ങളൊക്കെ മനുഷ്യരുടെ ഇടയിൽ വന്നപ്പോൾ അവരതിനുവേണ്ടി സംഘടിച്ച് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയാണ് ഒരു ഘട്ടത്തിൽ 1917 നാം എത്തിയത്. സോഷ്യലിസം സ്ഥാപിക്കപ്പെട്ടു സോവിയറ്റ് യൂണിയനിൽ. വലിയ അത്ഭുതകരമായ മാറ്റം സോവിയറ്റ് യൂണിയനിലുണ്ടായി. ആ മാർഗത്തിലേക്ക് ലോകത്തിലെ പല ഭാഗത്തും മുന്നേറ്റങ്ങളുണ്ടായി. ഇന്ത്യയിലും വലിയ മുന്നേറ്റങ്ങളുണ്ടായി. 1925 ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ ട്രേഡ് യൂണിയൻ രൂപീകരിക്കപ്പെട്ടു, AITUC. അതിനു മുമ്പ് ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഇന്ത്യയിൽ തൊഴിൽ നിയമങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുമ്പ്, രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഐക്യരാഷ്ട്രസഭയെയും അന്തർദേശീയ തൊഴിലാളി സംഘടന എന്ന് പറയുന്ന ILOയെയും തൃപ്തിപ്പെടുത്തുന്ന ചില നടപടികൾ സ്വീകരിക്കാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിർബന്ധിതമായിരുന്നു. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനിൽ വർഷം തോറും ചേരുന്ന ഇൻ്റർനാഷണൽ ലേബർ കോൺഫറൻസിലേക്ക് ഇന്ത്യയുടെ പ്രതിനിധിയായി ബ്രിട്ടീഷ് ഇന്ത്യ ഗവൺമെൻറ്റിന് തൊഴിലാളി പ്രതിനിധികളെ അയക്കാനാണ് ആദ്യത്തെ ദേശീയ ട്രേഡ് യൂണിയനെ അവരുപയോഗിച്ചത്. AITUC അല്ല, ഇതിനു മുമ്പ് ചില സംഘടനകളുണ്ടാക്കി. അതുപോലെ ILOയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി കുറേ നിയമങ്ങൾ അക്കാലത്ത് തന്നെ, ബ്രിട്ടീഷ് കാലത്ത് തന്നെ ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു. അതിനു മുമ്പ് ഇന്ത്യയിൽ ആധുനിക വ്യവസായങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ ആദ്യകാലത്ത് പ്ലാന്റേഷൻ വ്യവസായമാണ് ഇന്ത്യയിൽ ആദ്യം വികസിച്ചു വന്നത്. റബ്ബർ തോട്ടങ്ങൾ, ചായത്തോട്ടങ്ങൾ, കാപ്പിത്തോട്ടങ്ങൾ, ഇങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്ത്, പ്രത്യേകിച്ച് മലയോര പ്രദേശങ്ങളിലാണ് ഈ ചായത്തോട്ടങ്ങളൊക്കെ വന്ന്. പ്രകൃതി, അതിൻ്റെ കാലാവസ്ഥാ പ്രശ്നങ്ങളുള്ളതുകൊണ്ട്
ആസാം, ബംഗാൾ, കേരളം, തമിഴ്നാട് പോലുള്ള ചില സംസ്ഥാനങ്ങളിൽ കഠിനമായ ഒരു സാഹചര്യമായിരുന്നു ആ തൊഴിൽ കേന്ദ്രങ്ങളിൽ. കടുത്ത തണുപ്പ്, തൊഴിലാളികൾക്ക് അവിടെ തന്നെ താമസിച്ച് ജോലി ചെയ്യണം. അപ്പോൾ താമസ സൗകര്യം വളരെ പ്രാകൃത രൂപത്തിലായിരുന്നു. വേതനം വളരെ കുറവായിരുന്നു. കുറച്ച് ദിവസങ്ങൾ ജോലി ചെയ്യുമ്പോഴേക്കും ജോലി മടുത്ത് ഒളിച്ചോടും. ഈ തോട്ടങ്ങളിൽ ജോലിക്ക് ആളെ കിട്ടാൻ പ്രയാസം വന്നപ്പോൾ ഒളിച്ചോടുന്നവരെ കണ്ടുപിടിച്ച് വീണ്ടും തോട്ടങ്ങളിൽ എത്തിക്കാനായിരുന്നു ആദ്യത്തെ തൊഴിൽ നിയമം. പിന്നെയാണ് അതിൻ്റെ രൂപത്തിലൊക്കെ മാറ്റങ്ങൾ വന്നത്. തൊഴിലാളി വർഗത്തിൻ്റെ വലിയ സമരങ്ങളിലൂടെയാണ് പിന്നീട് പിൽക്കാലത്ത് മാറ്റങ്ങൾ വന്നത്. ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുന്നതിന് മുൻകൈയെടുത്തത് നമ്മുടെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്ന ഡോക്ടർ BR അംബേദ്കറാണ്. അദ്ദേഹം വൈസ്രോയ് കൗൺസിലിലെ ലേബർ മെമ്പറായിരുന്നു. മിനിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല, ലേബർ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒട്ടേറെ തൊഴിൽ നിയമങ്ങൾ അക്കാലത്ത് തന്നെ രൂപം കൊണ്ടു. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ഫസ്റ്റ് ലേബർ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. 1942 വൈസ്രോയിസ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ആദ്യമായി ഇന്ത്യൻ ലേബർ കോൺഫറൻസിൻ്റെ ആദ്യത്തെ സമ്മേളനം 1942 വിളിച്ചു കൂട്ടുന്നത് അംബേദ്കറുടെ നേതൃത്വത്തിലാണ്. ത്രികക്ഷി സമ്മേളനമാണ് ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറയുന്നത്. മിനിമം വേജ് ആക്ട്, DA ഡിയർനെസ് അലവൻസ് ആക്ട്, ലീവ് ബെനിഫിറ്റ് ആക്ട്, റിവിഷൻ ഓഫ് സ്കെയിൽ ഓഫ് പേ തുടങ്ങിയ നിയമനിർമ്മാണങ്ങൾ അക്കാലത്ത് തന്നെ ഉണ്ടായി. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ടു. ഇന്നത്തെ രൂപത്തിലല്ല, ഒരു പ്രിമിറ്റീവ് രൂപത്തിൽ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, ഇന്നത്തെ ESI ആക്ടിൻ്റെ ആദ്യ രൂപം, ആദ്യത്തെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി നിലവിൽ വന്നതും അംബേദ്കറുടെ സംഭാവനയാണ്. ദി ഫസ്റ്റ് ഡോക്യുമെൻ്റ് ഓൺ സോഷ്യൽ ഇൻഷുറൻസ് വാസ് റിപ്പോർട്ട് ഓൺ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന റിപ്പോർട്ട് ഇന്ത്യൻ ലേബർ കോൺഫറൻസിൽ 1942 സമർപ്പിക്കപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ നിയമം രൂപം കൊണ്ടത്. ആ കാലത്ത് തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഏജൻസി എന്ന രൂപത്തിലൊക്കെ വന്നത്. പ്രോവിഡൻറ്റ് ഫണ്ട് നിയമത്തിൻ്റെ ആദ്യ രൂപം അക്കാലത്ത് വന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം നമ്മൾ പരിശോധിച്ചാൽ, അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് രണ്ടാം ലോകമഹായുദ്ധാനന്തരമുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിൽ ഫാസിസത്തിനെതിരായി വിജയം നേടി ലോകത്ത് മുതലാളിത്തത്തെ വെല്ലുവിളിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥ വളർന്നു വരുന്നൊരു ലോക സാഹചര്യം, ലോകം ഇരുധ്രുവ ലോകമായി മാറുന്ന ഒരു കാലം. ആ കാലത്ത് ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായ തൊഴിലാളി പ്രസ്ഥാനം ഉണ്ടായിരുന്നു. വ്യവസായ തൊഴിലാളികളുടെ അതിശക്തമായ പ്രസ്ഥാനം ഉണ്ടായിരുന്നു. ജർമ്മനിയിൽ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമോ എന്ന് തോന്നത്തക്ക നിലയിലുള്ള അതിശക്തമായ മുന്നേറ്റങ്ങളുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇന്നത്തേതുപോലുള്ള നയങ്ങൾ സ്വീകരിക്കാൻ മുതലാളിത്തത്തിന് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് കടുത്ത ചൂഷണം എന്ന് പറയുന്ന നിലപാടിൽ നിന്ന് അല്പം മയപ്പെടുത്തി വെൽഫെയർ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം മുതലാളിത്തം തന്നെ വികസിപ്പിച്ചു. ആദം സ്മിത്തിൻ്റെയൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ഒരു പുതിയ സങ്കല്പത്തിലേക്ക് മുതലാളിത്തം മാറുന്നത്. മുതലാളിത്തത്തിൻ്റെ വർഗ സ്വഭാവത്തിൽ മാറ്റം വന്നതല്ല, നിലനിൽപ്പിന് വേണ്ടി ലോക തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളുടെ ശക്തമായ സമ്മർദ്ദം, സോവിയറ്റ് യൂണിയൻ എന്ന സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, ലോക രാഷ്ട്രീയം രണ്ടായി പകുത്തു നിൽക്കുന്ന ലോക സാഹചര്യം, ഇതിൻ്റെ സൃഷ്ടിയായിരുന്നു അത്. ആ കാലഘട്ടത്തിലാണ് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒട്ടേറെ നിയമങ്ങൾ ലോകത്തുണ്ടായത്. വേതന വർധനവുണ്ടായത്, തൊഴിലാളികൾക്ക് ജീവിക്കാൻ ആവശ്യമായ കൂലി കൊടുക്കുക എന്നുള്ള തത്വങ്ങളൊക്കെ പൊതുവിൽ അംഗീകരിക്കപ്പെട്ടു. എന്നിട്ടും മുതലാളി വർഗത്തിന് ലാഭം ഉണ്ടായിരുന്നു. ആ മുന്നേറ്റം 1990 വരെ ആ നിലയിൽ മുന്നോട്ട് പോയപ്പോഴേക്കും ലോകത്തുണ്ടായ മറ്റ് ചില സംഭവ വികാസങ്ങൾ മുതലാളിത്തത്തിന് മുൻകൈ നേടിക്കൊടുത്തു. ശാസ്ത്ര സാങ്കേതിക രംഗത്തുണ്ടായ
നൂതനമായ കണ്ടുപിടുത്തങ്ങൾ, ആ വികാസം ഉണ്ടായത് മുതലാളിത്ത രാജ്യങ്ങളിലാണ്. ഇൻഫർമേഷൻ ടെക്നോളജി, ബയോടെക്നോളജി, നാനോ ടെക്നോളജി തുടങ്ങിയ പുതിയ ശാസ്ത്രവിദ്യകളുടെ വമ്പിച്ച വികാസമുണ്ടായി. അതെല്ലാം ഉൽപ്പാദന മേഖലയിലേക്ക് വിന്യസിച്ചപ്പോൾ ഉൽപ്പാദന മേഖല വലിയ തോതിൽ വളർന്നു. സമ്പത്ത് ഉൽപ്പാദനം അതിശക്തമായി വളർന്നു. ആ വളർച്ചയും സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയും തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകരുകയും സോഷ്യലിസത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി. അതൊക്കെ വളരെ വിശദമായി ചർച്ച ചെയ്യപ്പെടേണ്ട മറ്റു വിഷയങ്ങളാണ്. ഞാൻ അതിൻ്റെ മറ്റൊരു രൂപമൊന്നുമില്ല. അതോടുകൂടി മുതലാളിത്തത്തിന് വീണ്ടും ലോകത്ത് മുൻകൈ വന്നു. സോവിയറ്റ് തകർച്ചയോടുകൂടി ഏകധ്രുവ ലോകം നിലവിൽ വന്നു. എല്ലാം നിർണ്ണയിക്കാനുള്ള അധികാരം ഈ ബഹുരാഷ്ട്ര കുത്തകകളുടെ നേതൃത്വത്തിലുള്ള ഫിനാൻസ് ക്യാപിറ്റലിസ്റ്റ് നേതൃത്വത്തിലുള്ള മുതലാളിത്ത ശക്തികൾക്കായി, സാമ്രാജ്യത്വ ശക്തികൾക്കായി. വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പത്തിൽ നിന്ന് അവർ പിന്മാറാൻ തുടങ്ങി. മാത്രമല്ല, എല്ലാ സോഷ്യലിസവും എല്ലാ ഇസങ്ങളും അവസാനിച്ചു കഴിഞ്ഞു, ഇനി മുതലാളിത്തം മാത്രമാണ് ബാക്കി എന്ന സിദ്ധാന്തം ഫുക്കുയാമയെ പോലുള്ള ആളുകൾ മുന്നോട്ട് വെച്ചു. എൻഡ് ഓഫ് ദ ഹിസ്റ്ററി എന്ന തൻ്റെ പുസ്തകത്തിലൂടെ എല്ലാ ഇസങ്ങളും അവസാനിച്ചു, ഇനി ലഭ്യമായ ഒരേ ഒരു വ്യവസ്ഥ മുതലാളിത്തം മാത്രമാണെന്നായിരുന്നു ഫുക്കുയാമയുടെ പ്രഖ്യാപനം. ഇതെല്ലാം കേട്ട് തട്ടഹസിച്ച് ഉല്ലസിച്ച മുതലാളിത്ത വക്താക്കൾ ലോകം മുഴുവൻ ഒരു പുതിയ ക്രമത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതാണ് ആഗോളവൽക്കരണം, നവ ഉദാരവൽക്കരണം എന്നൊക്കെ പറയുന്ന ഈ വ്യവസ്ഥ. മുതലാളിത്തത്തിൻ്റെ പുതിയ രൂപം, മുതലാളിത്ത വ്യവസ്ഥയുടെ വികസിച്ച രൂപമായി മാറുക. ഈ കാലഘട്ടം വരുമ്പോൾ തൊഴിൽ മേഖലയിലും തൊഴിലാളി മേഖലയിലും കാതലായ മാറ്റങ്ങൾ വരിക. ഉദാരവൽക്കരണ നയങ്ങളുടെ കാലത്ത് ഭരണകൂടങ്ങളുടെ പങ്കിനെ സംബന്ധിച്ച് അവരുടെ സങ്കല്പം ഉൽപ്പാദന മേഖലയിലും സാമൂഹ്യക്ഷേമ മേഖലയിലൊന്നും ഗവൺമെൻറ്റുകൾ, ഭരണകൂടങ്ങൾ ഇടപെടേണ്ടതില്ല. ഗവൺമെൻറ്റുകൾ ഒരു റെഗുലേറ്ററുടെ റോള് മാത്രം വഹിച്ചാൽ മതി, ബാക്കിയെല്ലാം മൂലധന ശക്തികൾക്ക് തന്നെ ചെയ്യാൻ പറ്റും, അവർ ചെയ്തുകൊള്ളും. മാത്രമല്ല, മൂലധനത്തിന് ലോകമെങ്ങും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ഇഷ്ടമുള്ളിടത്ത് പോയി നിക്ഷേപിക്കുക, ലാഭം കുറയുമെന്ന് കണ്ടാൽ അവിടെ നിന്ന് അത് പിൻവലിക്കുക, ഇങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് ആഗോളവൽക്കരണം. ലോകം മുഴുവൻ ഒരു ഗ്രാമത്തിൻ്റെ സങ്കല്പത്തിൽ കൊണ്ടുവരിക. ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായത് അങ്ങനെ. ഇങ്ങനെയുള്ള ആശയങ്ങളുടെ കാലത്ത് വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പം പോയി. തൊഴിലാളികൾക്ക് എന്തെങ്കിലും ആശ്വാസം, ആനുകൂല്യം, ക്ഷേമം ഉണ്ടാക്കണമെന്ന തത്വശാസ്ത്രം ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു. പുതിയ ആക്രമണം അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ മേൽ ലോകമെമ്പാടും വരാൻ തുടങ്ങി. ഇന്ത്യയിൽ 1991 മുതലാണ് പ്രത്യക്ഷത്തിൽ ഈ നയം നടപ്പാക്കാൻ തുടങ്ങുന്നത്, നരസിംഹറാവുവിൻ്റെ കാലത്ത്. എന്നാൽ 1985 രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഈ നയത്തിലേക്കുള്ള മാറ്റം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു, പരസ്യമായി പ്രഖ്യാപിക്കാതെ. വിദേശ മൂലധനത്തിന് ഇന്ത്യയിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യം ആദ്യമായി കൊടുത്ത രാജീവ് ഗാന്ധി ഗവൺമെൻറ്റാണ്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു സംഭവമായിരുന്നു സുസുക്കിയുടെ വരവ്. മാരുതി കാറിൻ്റെ ഉൽപ്പാദനം, സുസുക്കി ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യ ഗവൺമെൻറ്റും സുസുക്കിയുമായി സാങ്കേതിക സഹകരണ കരാറുണ്ടാക്കി കാർ ഉൽപ്പാദനം ആരംഭിച്ചു. പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുണ്ടാക്കിയ കാറ് ഇന്ത്യൻ കമ്പോളത്തിൽ വന്നപ്പോൾ പഴയ അംബാസഡറിനെയും പ്രീമിയറിനെയൊക്കെ കവച്ച് വെച്ചത് മാർക്കറ്റ് കൈയടക്കി. നമ്മുടേത് പഴഞ്ചൻ സാങ്കേതിക വിദ്യയായിരുന്നു. അതിനെ തുടർന്ന് ഒട്ടേറെ പുത്തൻ സാങ്കേതിക വിദ്യകൾ, പുത്തൻ സാങ്കേതിക കരാറുകൾ വന്നു. DCM ടൊയോട്ട, ഡൽഹി ക്ലോത്ത് മിൽസ് എന്ന് പറയുന്ന തുണി കമ്പനി ടൊയോട്ടയുമായി കരാറുണ്ടാക്കി. ലൈറ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾസ്, BPL സാനിയോ, ബിർള, യമഹ, ഇങ്ങനെ ഒട്ടേറെ. ഇതെല്ലാം രാജീവ് ഗാന്ധിയുടെ കാലത്ത് ആരംഭിച്ചു. പുത്തൻ സൂര്യോദയ വ്യവസായങ്ങളെന്ന് ബൂർഷ്വാ മീഡിയ തുള്ളിച്ചാടിക്കൊണ്ടതിനെ വിശേഷിപ്പിച്ചു. പഴഞ്ചനൊക്കെ പോയി. 47 ശേഷം ലോകത്താകെ ഉണ്ടായിരുന്ന വെൽഫെയർ സ്റ്റേറ്റ് എന്ന സങ്കല്പം തന്നെയാണ് ഇന്ത്യയിലെ ഭരണകൂടത്തിനുണ്ടായിരുന്നത്, ഭരണാധികാരികൾക്കുണ്ടായിരുന്നത്. അന്ന് അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ.
ആസൂത്രണ കമ്മീഷനെ നിശ്ചയിച്ചിരുന്നു ഇന്ത്യ ഗവൺമെൻറ് തുടക്കത്തിൽ. ആസൂത്രണം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെ ഒരു തത്വമാണ്, ആസൂത്രിതമായ സമ്പദ് വ്യവസ്ഥ. അത് ഇന്ത്യ ഗവൺമെൻറ് അംഗീകരിച്ചിരുന്നു. അത് ഇന്ത്യ ഗവൺമെൻറ് സോഷ്യലിസ്റ്റ് ആയതുകൊണ്ടൊന്നുമല്ല. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തെ സംബന്ധിച്ചുള്ള ചർച്ചകൾ കോൺഗ്രസ് ആരംഭിച്ചപ്പോൾ 1936 37 മറ്റോ ഒരു ആസൂത്രണ കമ്മീഷൻ നെഹ്റു അധ്യക്ഷനായി അവർ രൂപീകരിച്ചിരുന്നു. അവരുടെ നിർദ്ദേശങ്ങൾ വന്നു. ബോംബെ പ്ലാൻ എന്ന മുതലാളിമാരുടെ പ്ലാൻ വന്നു. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന എം എൻ റോയിയുടെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി ചർച്ച ചെയ്ത് പൊതുവിൽ ഇന്ത്യയിലെ കുത്തക മുതലാളി വർഗം തയ്യാറാക്കിയ ബോംബെ പ്ലാനാണ് ഇന്ത്യ ഗവൺമെൻറ് അവരുടെ നയമായിട്ട് അംഗീകരിച്ചത്. എങ്കിലും ആസൂത്രണ കമ്മീഷൻ ഉണ്ടായി. കാർഷിക മേഖലയിൽ, വ്യവസായ മേഖലയിൽ പണം നിക്ഷേപിക്കുന്ന സംബന്ധിച്ചൊക്കെ നയങ്ങൾ ആവിഷ്കരിക്കുന്ന ആസൂത്രണ കമ്മീഷൻ. അന്ന് ഏത് മേഖലയിലും പണം മുടക്കാനുള്ള ശേഷി ഇന്ത്യയിലെ കുത്തക മുതലാളിമാർക്ക് ഉണ്ടായിരുന്നില്ല. ബിർളക്കും ടാറ്റക്കും അന്ന് അവരാണ് പ്രധാനികൾ, ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അടിസ്ഥാന ഖന വ്യവസായങ്ങൾ, യന്ത്രോപകരണ നിർമ്മാണശാലകൾ, ഇരുമ്പുരുക്കുശാല, ഇതൊക്കെ വരുന്ന അടിസ്ഥാന വ്യവസായങ്ങൾ പൊതുമേഖലയിലാവട്ടെ എന്ന് ഇന്ത്യൻ ഭരണകൂടം നിശ്ചയിച്ചത് അവർക്ക് കൂടി വേണ്ടിയാണ്, അവരുടെയും കൂടി താല്പര്യത്തിന് വേണ്ടിയാണ്. അല്ലാതെ സോഷ്യലിസത്തിലേക്കുള്ള പാതയൊന്നും ആയിരുന്നില്ല. സോഷ്യലിസ്റ്റ് പാറ്റേൺ ഓഫ് സൊസൈറ്റി എന്നൊക്കെ വെറുതെ പറഞ്ഞതാണ്. ഗവൺമെൻറ്റിന് ജനങ്ങളിൽ നിന്ന് നികുതി പിരിച്ചും വായ്പ എടുത്തും ഒക്കെ മൂലധനം സ്വരൂപിക്കാൻ പറ്റും. അങ്ങനെ സ്വരൂപിച്ച് വലിയ വൈദ്യുതി പദ്ധതികൾ, വലിയ അണക്കെട്ട്, ജലസേചന പദ്ധതികൾ, വലിയ ഇരുമ്പുരുക്കുശാലകൾ, വലിയ കൽക്കരി ഖനികൾ ഇതെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉൽപ്പന്നങ്ങൾ വില കുറച്ച് വാങ്ങി കൺസ്യൂമർ ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിൽ മുതൽ മുടക്കി ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് ഇന്ത്യൻ മുതലാളിക്ക് അറിയാമായിരുന്നു. അതാണ് 47 ശേഷം ഇന്ത്യയിൽ നടന്നത്. ഇത് സോഷ്യലിസത്തിലേക്കുള്ള പോക്കാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു കാലത്ത് തർക്കമുണ്ടായത്. ഇവരോടൊപ്പം സഹകരിച്ചു നിന്നാൽ ഈ ബൂർഷ്വാസിയെ തോൽപ്പിക്കാൻ കഴിയുന്ന ശക്തിയായി മാറാൻ കഴിയുമെന്നൊക്കെ തെറ്റിദ്ധാരണയിൽ പോയാണ് അവസാനത്തെ അടിയന്തരാവസ്ഥ വരെ പരീക്ഷണവുമായിട്ട് പോകാൻ ചില സുഹൃത്തുക്കൾ സന്നദ്ധമായത്. പക്ഷേ വളർന്നത് മുതലാളിത്തമാണ്, കുത്തക മുതലാളിത്തമാണ്. ഒരാണ്ടിൽ 240% എന്ന തോതിലാണ് ഇന്ത്യയിലെ കുത്തക മുതലാളി വർഗം ആസ്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നത് ഈ പഞ്ചവത്സര പദ്ധതികളുടെ കാലത്ത്, കോൺഗ്രസിൻ്റെ നെഹ്റുവിൻ്റെ കാലത്ത്. എന്നാൽ അതിനനുസരിച്ച് ജനങ്ങളുടെ പർച്ചേസിങ് കപ്പാസിറ്റി ഉയർന്നില്ല. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം കാർഷിക മേഖലയാണ്, അവിടെ നാടുവാഴിത്തമാണ്, കൊടിയ ദാരിദ്ര്യമാണ്, ജനാധിപത്യ അവകാശം പോലും കിട്ടാത്ത കോടിക്കണക്കിന് പാവങ്ങൾ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണ്. തൊഴിലാളികൾക്കാണെങ്കിൽ ന്യായമായ വേതനമില്ല, തൊഴിലില്ലായ്മ അതിരൂക്ഷം, വ്യവസായശാലകൾ വളർന്നു, അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിൽക്കാൻ പറ്റാത്ത നിലയിൽ ഇന്ത്യൻ കമ്പോളം മുരടിച്ചു നിന്നു. സമ്പദ്ഘടന തന്നെ മുരടിപ്പിലായി. പഞ്ചവത്സര പദ്ധതികൾക്ക് ഹോളിഡേ പ്രഖ്യാപിച്ചു ഒരു ഘട്ടത്തിൽ ഇന്ത്യ ഗവൺമെൻറ്, പ്ലാൻ ഹോളിഡേ. അത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി. ഇതിനൊന്നും ഒരു പരിഹാരം എന്താ? കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു, ഭൂപരിഷ്കരണത്തിലൂടെ കർഷകൻ്റെ കയ്യിൽ ഭൂമി നൽകിയാൽ അവൻ അതിൽ അധ്വാനിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കും. കാർഷിക ഉൽപ്പന്നങ്ങൾ വ്യവസായങ്ങളുടെ അസംസ്കൃത വസ്തുക്കളായി മാറും. ആ വ്യവസായ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ഈ കർഷകൻ കയ്യിൽ വരുമാനം വന്നാൽ കമ്പോളം വികസിക്കും. പടിപടിയായി സമ്പദ്ഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാം. ഈ പ്രക്രിയയാണ് ജനാധിപത്യ വിപ്ലവം എന്ന് പറയുന്നത്. അത് മുതലാളിത്ത ഭരണകൂടത്തിൻ്റെ അടിത്തറ തകർക്കുമെന്നതിനാൽ ആ മാർഗം സ്വീകരിക്കാൻ ഇന്ത്യയിലെ ഭരണവർഗം സന്നദ്ധമായില്ല. അതിന് പകരമായി അവർ കണ്ടെത്തിയ മാർഗമാണ് സാമ്രാജ്യത്വവുമായി കൂട്ടുചേർന്ന്, ആഗോള മുതലാളിത്തവുമായി കൂട്ടുചേർന്ന് ഇന്ത്യയിൽ മുതലാളിത്ത മാർഗം സ്വീകരിച്ച് പ്രതിസന്ധിയിലായ ഇന്ത്യൻ കുത്തക മുതലാളി വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പുതിയ പരീക്ഷണത്തിലേക്ക് മാറാൻ തീരുമാനിച്ചു. നെഹ്റു ഗവൺമെൻറ്റിൻ്റെ, ആദ്യകാല കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുടെ അനുക്രമമായ വളർച്ചയാണ് ഇന്ത്യയിലെ കുത്തക മുതലാളിത്തത്തിലേക്കും ആഗോളവൽക്കരണത്തിലേക്കുമുള്ള ഈ മാറ്റം. അല്ലാതെ അവരാദ്യം സോഷ്യലിസ്റ്റ് രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്ന ലക്ഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ വെറുതെ തെറ്റായ പ്രചാരവേല നടത്തിയതാണ്. പക്ഷേ ആദ്യകാലത്ത്, സോവിയറ്റ് യൂണിയൻ്റെ കരുത്തുള്ള കാലത്ത്, ലോകം ഇരുധ്രുവ ലോകമായിരുന്ന കാലത്ത്, തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങൾക്ക് മുൻകൈ ഉണ്ടായിരുന്ന കാലത്ത്, തൊഴിലാളി വർഗത്തിന് അനുകൂലമായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിന്
അവരുടെ ലേബർ വെൽഫെയർ എന്ന സങ്കല്പം സംരക്ഷിക്കുന്നതിന് അവർ നിർബന്ധിതരായിരുന്നു, അവർ സന്നദ്ധമായിരുന്നു. അങ്ങനെയാണ് ട്രേഡ് യൂണിയൻ ആക്ട് ഉണ്ടായത്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്, ഫാക്ടറീസ് ആക്ട്, സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്, ബോണസ് ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട്, ഇങ്ങനെ അനേകം നിയമങ്ങൾ ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആഗോളവൽക്കരണവും ഉദാരവൽക്കരണ നയങ്ങളും വരുമ്പോൾ ഉദാരവൽക്കരണത്തിൻ്റെ സിദ്ധാന്തം എന്താ? സർക്കാർ ഒന്നിലും ഇടപെടാൻ പാടില്ല, സർക്കാർ വ്യവസായം നടത്തണ്ട, സർക്കാർ ബിസിനസ് നടത്തണ്ട, സർക്കാർ വിദ്യാഭ്യാസം നടത്തണ്ട, സർക്കാർ ആരോഗ്യമേഖല നോക്കണ്ട, സർക്കാർ വെറും റെഗുലേഷൻ, രാജ്യരക്ഷ, ഭരണം മാത്രം നടത്തിയാൽ മതി. ഡൂയിങ് ബിസിനസ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ഗവൺമെൻറ് എന്ന മാർഗരറ്റ് താച്ചറുടെ ഉദാരവൽക്കരണ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ നടത്തിയ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെ ഒരു മീറ്റിങ്ങിൽ നരേന്ദ്രമോദി പ്രസംഗിക്കുക, ടു ബി ഇൻ ബിസിനസ് ഈസ് നോട്ട് ദ ബിസിനസ് ഓഫ് ദിസ് ഗവൺമെൻറ്. നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്കതിനുള്ള എക്സ്പെർട്ടൈസ് ഉണ്ട്, നിങ്ങൾക്കതിനുള്ള മൂലധനമുണ്ട്, നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ ആവശ്യമായ റെഗുലേഷൻ ഉണ്ടാക്കിത്തരാം. ഇതാണ് ആഗോളവൽക്കരണം. ഈ കാലഘട്ടത്തിൽ തൊഴിലാളി ഒരു അനാവശ്യ വാക്കാണ് അവർക്ക്. തൊഴിൽ മേഖലയിൽ ട്രേഡ് യൂണിയൻ ഫ്രീ ഇൻഡസ്ട്രി എന്ന ഒരു സങ്കല്പമാണ് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് ലോകമാകെ. സ്ഥിരം ജോലി എന്നത് ലോകത്ത് മുഴുവൻ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് ഫോക്സ്കോൺ. ഈ ഫോക്സ്കോൺ കമ്പനിക്ക് പ്രത്യേകമായ ഒരു ഉൽപ്പന്നമില്ല, പക്ഷേ ലക്ഷക്കണക്കിന് തൊഴിലാളികളെയാണ് അവർ എൻഗേജ് ചെയ്തിരിക്കുന്നത്. പിന്നെ അവരെന്താ ചെയ്യുന്നത്? ലോകത്തിലുള്ള പല ഇലക്ട്രോണിക് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കോൺട്രാക്റ്റ് എടുക്കുകയാണ്. അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ടെക്നോളജി അതെല്ലാം മാതൃ കമ്പനി നൽകുന്നു, അതനുസരിച്ച് ഇവർ ഉൽപ്പാദിപ്പിച്ച് നൽകുന്നു. ഫോക്സ്കോൺ കമ്പനിയിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർക്കറിയില്ല. അവരുടെ ഇമ്മീഡിയറ്റ് എംപ്ലോയർ എന്ന് പറഞ്ഞാൽ ഫോക്സ്കോൺ മാനേജ്മെൻറ്റാണ്. പക്ഷേ ഉൽപ്പന്നം ആപ്പിളിൻ്റേതാണ് അല്ലെങ്കിൽ സോണിയുടേതാണ്. ഫോക്സ്കോൺ കമ്പനിയിൽ സൗത്ത് കൊറിയയിലുള്ള ഒരു കമ്പനിയിലെ തൊഴിലാളികളുടെ വേതനത്തെ സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ വന്നിരുന്നു. നൈക്ക് ഷൂ അവർ ഉൽപ്പാദിപ്പിക്കുന്നു, നൈക്ക് കമ്പനിയുടെ ഷൂ. നൈക്ക് ഷൂയുടെ പരസ്യത്തിന് പരസ്യ മോഡൽ വാങ്ങുന്ന ഒരു വർഷത്തെ പ്രതിഫലത്തേക്കാൾ കുറവാണ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികളുടെ ഒരു വർഷത്തെ വേതനം. എന്തൊരു അന്തരമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സ്ഥിരം ജോലികളില്ലാതായി, എല്ലാം കോൺട്രാക്റ്റ്, ഔട്ട്സോഴ്സിങ്, കാഷ്വൽ, ടെമ്പററി എന്ന വിധത്തിലേക്ക് തൊഴിൽ മേഖല മാറി. അങ്ങനെ മാറുമ്പോഴുള്ള പ്രശ്നം എന്താ? ബാർഗെയിനിങ് കപ്പാസിറ്റി കുറയും. കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെയാണ് തൊഴിലാളികൾ വല്ലതും നേടിയെടുക്കുന്നത്. ബാർഗെയിൻ ചെയ്യണമെങ്കിൽ അവൻ്റെ ട്രേഡ് യൂണിയൻ വേണം. സ്ഥിരം ജോലിക്കാർക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് പോരാട്ടം നടത്താൻ പറ്റൂ. കാഷ്വൽ ആണെങ്കിൽ അത് കാഷ്വൽ എന്ന നിലയിൽ അവരെ ഉടനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാം. ടെമ്പററി ആണെങ്കിൽ പിറ്റേ ദിവസം ഒഴിവാക്കാം. ഈ സമ്പ്രദായം ലോകം മുഴുവൻ വ്യാപിച്ചു, അഭ്യസ്ത വിദ്യർക്കിടയിലും വന്നു. പുതിയ സാങ്കേതിക വിദ്യ ഇതിനെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിക്കൊടുത്തു. ഒരു ഉൽപ്പന്നത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായി ഉൽപ്പാദിപ്പിച്ച് ഒരിടത്ത് കൊണ്ടുവന്ന് അസംബിൾ ചെയ്ത് എവിടെയും മാർക്കറ്റിലിറക്കാം. ഒരു രാജ്യത്ത് തൊഴിലാളികളുടെ പണിമുടക്കോ പ്രശ്നങ്ങളോ വന്നാലും ആ ഉൽപ്പന്നത്തെ മുടക്കാൻ പറ്റില്ല. ഈ വിധത്തിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യ മുതലാളിത്തത്തിന് പുതിയ അവസരങ്ങൾ ഉണ്ടായിക്കൊടുത്തു. അപ്പോൾ ഒരു രാജ്യത്ത് മാത്രമായി ഈ ബഹുരാഷ്ട്ര കുത്തകകളെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നൊരു പുതിയ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ വന്നു. അന്തർദേശീയ തൊഴിലാളി സംഘടനകൾക്ക് രൂപം കൊണ്ടിരുന്നു. വേൾഡ് ഫെഡറേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്ന ഒരു അന്തർദേശീയ സംഘടനയുണ്ട്. അത് സോവിയറ്റ് യൂണിയനൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അതിശക്തമായിരുന്നു. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ച ചെയ്യണം കുറേ കാലം ദുർബലമായി. ഇപ്പോൾ വീണ്ടും അത് ശക്തി പ്രാപിച്ചു വരുന്നുണ്ട്. ഈ കഴിഞ്ഞ മാസം റോമിൽ അതിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു. CI2 പ്രതിനിധിയായിട്ട് ഞാനതിൽ പങ്കെടുത്തിരുന്നു. 134 രാജ്യങ്ങളിൽ നിന്നുള്ള ട്രേഡ് യൂണിയനുകൾ ഈ വർഷത്തെ WFTU കോൺഫറൻസിനെത്തി. അത് എക്കാലത്തെയും ഉയർന്ന നമ്പറാണ്. അറബ് രാജ്യങ്ങൾ മുതൽ അമേരിക്ക വരെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരെല്ലാം സംസാരിച്ച ഒരേ കാര്യമാണ് ഇന്നത്തെ തൊഴിലാളികളുടെ അവസ്ഥയെക്കുറിച്ച്. എല്ലാം ഒരേ സ്വഭാവത്തിലാണ്, ലോകവ്യാപകമായി. ഇതിൻ്റെ ചുവട് പിടിച്ചാണ് നമ്മുടെ രാജ്യത്തും തൊഴിൽ നിയമ ഭേദഗതികൾ ഉണ്ടായത്.
ഈ ആഗോളവൽക്കരണ ഉദാരവൽക്കരണ നയങ്ങളുടെ ചുവട് പിടിച്ചാണ് ഇന്ത്യയിലും ഇത് സംഭവിച്ചത്. ഇന്ത്യയിൽ തൊഴിൽ എന്ന വിഷയം ഭരണഘടനയിലെ കൺകറന്റ് ലിസ്റ്റിലാണ്. കേന്ദ്രത്തിന് നിയമം ഉണ്ടാക്കാം, സ്റ്റേറ്റിന് നിയമം ഉണ്ടാക്കാം. സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെൻറ് ഒരുപാട് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് ആദ്യം കേരളത്തിലാണ് ഉണ്ടായത്. കേരളം തൊഴിലാളികളുടെ പ്രശ്നത്തിൽ തൊഴിലാളികളെ സംബന്ധിച്ച് ഒരു പ്രത്യേക നിലപാട് സ്വീകരിച്ച ഒരു സ്റ്റേറ്റാണ്. 1957 രൂപം കൊണ്ട ആദ്യത്തെ ഗവൺമെൻറ്, EMS മുഖ്യമന്ത്രിയായ ഗവൺമെൻറ് തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടുന്നതല്ല എന്ന് പ്രഖ്യാപിച്ചു. അതുവരെ തൊഴിൽ സമരങ്ങൾ ഒരു ക്രിമിനൽ കുറ്റമായിട്ടാണ് ഗവൺമെൻറ്റുകൾ കണ്ടിരുന്നത്. മുതലാളി പക്ഷത്ത് നിന്ന് തൊഴിൽ സമരങ്ങൾ അടിച്ചമർത്തും, ക്രിമിനൽ കേസുകൾ എടുക്കും. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെൻറ് പറഞ്ഞു തൊഴിൽ സമരങ്ങളിൽ പോലീസ് ഇടപെടുന്നതല്ല, കളക്റ്റീവ് ബാർഗെയിനിങ്ങിലൂടെ തൊഴിലാളികൾക്ക് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിച്ചു. അതൊരു ചരിത്രപ്രധാനമായ പാത വെട്ടി തുറന്നു. പട്ടിണിപ്പാവങ്ങളായ തൊഴിലാളികൾക്ക് സംഘടനകൾ ഉണ്ടാക്കാനും അവരുടെ തൊഴിലുടമസ്ഥന്മാരോട് ന്യായമായ കൂലി ചോദിക്കാനുമുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഓരോരുത്തരുടെയും വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരാളുടെ ജീവിത നിലവാരം. ഞാൻ എന്ത് ഭക്ഷണം കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് എൻ്റെ വരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്. വേറെ ഏത് ജാതി ജനിച്ചു, ഏത് കുലത്തിൽ ജനിച്ചു, ഏത് നാട്ടിൽ ജനിച്ചു എന്നൊക്കെ അപ്രസക്തമാണ്. തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവൻ, അധ്വാന ശക്തി വിറ്റ് കിട്ടുന്ന കൂലി കൊണ്ട് മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് അവർക്ക് കൂലിയായി കിട്ടുന്ന തുക ഉയരുമ്പോൾ മാത്രമാണ് അവരുടെ ജീവിത നിലവാരം ഉയരുക. ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന ഓക്സ്ഫാം റിപ്പോർട്ടിൽ വളരെ അതിശയകരമായ ചില കണക്കുകളുണ്ട്. എല്ലാം വിശദീകരിക്കാൻ സമയമില്ല. ഓക്സ്ഫാം എന്ന് പറഞ്ഞ ഇൻ്റർനാഷണൽ ഏജൻസിയാണ്. ലോകത്തിലെ സമ്പത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് എന്നതിനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ കണക്കുകളെടുത്ത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു ഏജൻസിയാണ് ഓക്സ്ഫാം. ഓരോ രാജ്യത്തെയും പ്രമുഖരായ സാമ്പത്തിക വിദഗ്ധന്മാരെ നിയോഗിച്ചാണ് അവർ ഈ കണക്കൊക്കെ ശേഖരിക്കുന്നത്. ഓക്സ്ഫാം ഇന്ത്യ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടാവും, ഓക്സ്ഫാം അമേരിക്കയുണ്ട്. അങ്ങനെ അവർ ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിലെയും കണക്കുകൾ പരിശോധിക്കും. വേൾഡ് ഇക്കണോമിക് ഫോറം സമ്പന്ന രാജ്യങ്ങളിലെ ഭരണകർത്താക്കളും വൻകിട വ്യവസായികളും കൂടി ചേരുന്ന വലിയൊരു സമ്മേളനമുണ്ട് എല്ലാ വർഷവും ദാവോസിൽ, സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ. ആ സമ്മേളനത്തിൻ്റെ മുമ്പ് ഇവരുടെ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും. ഈ വർഷം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പറയുന്നത് സാമ്പത്തികമായി ഉയർന്ന രാജ്യങ്ങളിലെ ജനങ്ങളുടെ ശരാശരി ആയുസ്സിനേക്കാൾ 16 വർഷം കുറവാണ് ദരിദ്ര രാജ്യങ്ങളിലെ ജനങ്ങളുടെ ആയുസ്സെന്നാണ്. എന്താ അതിന് കാരണം? അവിടുത്തെ കാലാവസ്ഥയല്ല, ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങളുടെ ലഭ്യത പ്രശ്നമാണ്. രോഗം വന്നാൽ ചികിത്സിക്കാനുള്ള സൗകര്യം ഉണ്ടോ ഇല്ലയോ എന്ന് തന്നെ ആസ്പദമാക്കിയാണ്. അത് നിയന്ത്രിക്കുന്നവൻ്റെ വരുമാനമാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികസനത്തിലേക്ക് അവരെ നയിച്ചതിൻ്റെ ഒരു പ്രധാന ഘടകം തൊഴിലാളികൾക്ക് ന്യായമായ കൂലി ചോദിക്കാനുള്ള അവകാശം നൽകിയതാണ്. ഭൂപരിഷ്കരണമാണ് അടിസ്ഥാന മാറ്റം വരുത്തിയത്. രണ്ടാമത്തേത് ഇതാണ്. കൂലി ഉയരാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതം കുറച്ച് മെച്ചപ്പെടാൻ തുടങ്ങി, നല്ല ആരോഗ്യമുള്ളവരായി, മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാൻ സാധിച്ചു, വസ്ത്രം ധരിക്കാൻ സാധിച്ചു. അടുത്ത തലമുറ വിദ്യാസമ്പന്നരായി കൂടുതൽ വിദഗ്ധ തൊഴിലാളികളായി മാറുമ്പോൾ അവരുടെ വരുമാനം വർദ്ധിക്കും. അൺസ്കിൽഡ് ലേബറിനേക്കാൾ ഉയർന്ന വേതനം ലഭിക്കും സ്കിൽഡ് ലേബറിന്. അതിനുള്ള ട്രെയിനിങ്, പഠനം നൽകാൻ കുടുംബത്തിന് ശേഷിയുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രക്രിയ നടക്കൂ. അങ്ങനെ വരുമ്പോൾ ആ കുടുംബം പിന്നെയും അഭിവൃദ്ധിപ്പെടും. അതുകൊണ്ടാണ് കേരളം ആയുർദൈർഘ്യത്തിൽ ഇന്ന് 82 വയസ്സിലെത്തി നിൽക്കുന്ന ശരാശരി. ദേശീയ ശരാശരി ഇപ്പോഴും 70-ന് തൊട്ട് മുകളിലാണ്. 73, 74 ആ നിലയിലാണ് ദേശീയ ശരാശരി. നമ്മളാണ് ആയുർദൈർഘ്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്, 82 വയസ്സ്. ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം പ്രായമായിട്ട് ആൾ മരിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. സർക്കാർ സർവീസിൽ ജോലി ചെയ്യുന്ന ആളുകൾ സർവീസ് കാലത്ത് ശമ്പളം വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ പെൻഷൻ വാങ്ങുന്ന നാടായി കേരളം മാറി. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിത അഭിവൃദ്ധിയാണത് കാണിക്കുന്നത്. എല്ലാവരും സ്കൂളിൽ പോകുന്ന നാടായി കേരളം മാറി. 5 വയസ്സ് തികയുന്ന മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന ഇന്ത്യ രാജ്യത്തെ ഏക സംസ്ഥാനമാണ് കേരളം. 100 കുട്ടികൾ സ്കൂളിൽ ചേർന്നാൽ 98 പേരും 10ാം ക്ലാസ് വരെ എത്തുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം.
യു പിയിലൊക്കെ ഒരു 5ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ഒരു 45-46% കുട്ടികൾ ഡ്രോപ്പ് ഔട്ടാവും. അച്ഛനമ്മമാരോടൊപ്പം ജോലിക്ക് പോവും പട്ടിണി കൊണ്ട്. 15 കോടി മനുഷ്യരാണ് ഇന്ത്യയിൽ സ്വന്തം ഗ്രാമങ്ങൾ വിട്ട് അന്യ സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്ത് ജീവിക്കുന്ന മൈഗ്രൻ്റ് ലേബേഴ്സ് എന്ന് പറയുന്നത്. 15 കോടി. ചിലർ കുടുംബസമേതാ പോകുന്നത്. ആ കുട്ടികളെ എവിടെ പഠിപ്പിക്കും? ആര് പഠിപ്പിക്കും? പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളെ പഠിപ്പിക്കാൻ അവർക്ക് അവസരമുണ്ടാക്കി കൊടുക്കുന്ന ഒരു നയം ഇവിടുത്തെ ഗവൺമെൻറ് EMS വിഭാവനം ചെയ്ത പ്രത്യയശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തി മുന്നോട്ട് പോയ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും ഇടതുപക്ഷ പ്രസ്ഥാനവും വികസിപ്പിച്ചെടുത്ത ഒരടിത്തറയിലാണ് ഈ നേട്ടം നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞത്. പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വികസനം 57 ആരംഭിച്ചതാണ്. പൊതു ആരോഗ്യ മേഖലയുടെ വികസനം 57 ആരംഭിച്ചതാണ്. പൊതുവിതരണം അതിൻ്റെ തുടക്കം 57-ലാണ്. തൊഴിലാളികൾക്ക് സംഘടിക്കാനുള്ള അവകാശം 57-ലാണ് പ്രഖ്യാപനം വന്നത്. ഭൂപരിഷ്കരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുന്ന ഓർഡിനൻസ് ആയിരുന്നു EMS ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ഒരാഴ്ചക്കുള്ളിൽ പ്രഖ്യാപിച്ചത്. അന്ന് മുതലാണ് ഏത് നിമിഷവും ജന്മിത്തമ്പുരാൻ വന്ന് തൻ്റെ ചെറ്റക്കൂടിൽ പൊളിച്ചു മാറ്റി തന്നെ പറമ്പിൽ നിന്ന് ഒഴിപ്പിക്കും എന്ന ഭീഷണിയിൽ ജീവിച്ചിരുന്നവന് തൻ്റേതായ ഒരിടം സ്വന്തമായി ലഭിക്കാൻ സ്വാതന്ത്ര്യം കിട്ടിയത്. തൻ്റേതായ ഒരിടം കാലുറപ്പിച്ച് നിർത്താൻ കിട്ടിയത് മുതലാണ് അവന് തൻ്റെ ഇടമുണ്ടായത്. ഇന്നത്തെ മനുഷ്യനായി അവൻ വികസിച്ചതിൻ്റെ അടിസ്ഥാന നടപടികളാണിതെല്ലാം. അപ്പോൾ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ മനുഷ്യവിഭവ വികസനത്തിൽ കേരളം ഇന്ത്യയിലെ എല്ലാ ഏജൻസികളുടെയും കണക്കുകളിൽ 1-ാം സ്ഥാനത്തെത്താൻ കാരണം ഈ പറഞ്ഞ ഒരു പ്രക്രിയയാണ്. അതിനെ തകർക്കുന്നതാണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ, ലോക കുത്തക മുതലാളിത്തത്തിൻ്റെ നയങ്ങൾ, നിയോ ലിബറൽ നയങ്ങൾ. ആ നിയോ ലിബറൽ നയങ്ങൾ നമ്മൾ സ്വീകരിച്ചാൽ സംഭവിക്കാൻ പോകുന്നത്, ഒന്ന്, തൊഴിലാളികൾ സ്ഥിരം ജോലിക്കാരല്ലാതാവും ഭൂരിപക്ഷം. ഇപ്പം തൊഴിൽ നിയമത്തിലൊരു പുതിയ പേര് കൊണ്ടുവന്നിരിക്കുക, ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്. ഇതുവരെ നമ്മൾ കേട്ടത് പെർമനൻ്റ് എംപ്ലോയ്മെൻറ്റ്, ട്രെയിനി, അപ്രൻറ്റീസ്, കാഷ്വൽ, ബദലി. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം ക്ലാസിഫൈ ചെയ്ത വർക്കേഴ്സിൻ്റെ ഓരോ വിഭാഗങ്ങളാണ്. ഇപ്പോൾ ഒരു പുതിയ വിഭാഗത്തെ കൊണ്ടുവരികയാണ്, ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ്. എന്താ അതിനർത്ഥം? ഒരു സ്ഥാപനത്തിൽ ഒരു തൊഴിലാളിയെ 1 കൊല്ലത്തേക്ക് എന്ന് പറഞ്ഞ് നിശ്ചയിക്കാം, 6 മാസത്തേക്ക് എന്ന് പറഞ്ഞ് നിയമിക്കാം, 2 വർഷം എന്ന് പറഞ്ഞ് നിയമിക്കാം. ആ തൊഴിൽ സ്ഥിരമായിരിക്കും, പക്ഷേ തൊഴിലാളി അസ്ഥിരം. എന്തായിരുന്നു ഇതുവരെയുള്ള നിയമം? ഒരു സ്ഥലത്ത് കരാറടിസ്ഥാനത്തിലോ താൽക്കാലിക അടിസ്ഥാനത്തിലോ സ്ഥിരമായി 2 വർഷമെങ്കിലും ജോലി ചെയ്താൽ അവരെ സ്ഥിരപ്പെടുത്തണമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന വ്യവസ്ഥ. അത് പോയി. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻ്റായി നിയമിക്കപ്പെടുന്നയാളെ കാലാവധി കഴിഞ്ഞാൽ പിരിച്ചുവിടാം. ഒന്നും ചെയ്യാൻ കോടതിയിൽ പോയാൽ പോലും രക്ഷയില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണ്. കാലാവധിക്ക് മുമ്പ് പിരിച്ചുവിടണമെങ്കിൽ അതിനും വകുപ്പ് വെച്ചു കൊടുത്തിട്ടുണ്ട്, നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഫിക്സഡ് ടൈം എംപ്ലോയ്മെൻറ്റ് നിലവിൽ വന്നു. തൊഴിലാളികൾ നടത്തുന്ന സമരങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന കേരളത്തിലെ മാധ്യമങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിലെ 12 ജീവനക്കാർ താൽക്കാലിക ജീവനക്കാരായിരുന്നു 12 വർഷമായിട്ട്. ഈ നിയമം വന്നതിൻ്റെ പിറ്റേ ദിവസം എറണാകുളത്തെ ഇന്ത്യൻ എക്സ്പ്രസ് പത്ര ഓഫീസിൽ അവരെ പിരിച്ചുവിട്ടു. അവർ കലൂരിൽ റോഡ് സൈഡിൽ ഒരു ഷെഡ് കെട്ടി ആ സ്ഥാപനത്തിൻ്റെ മുമ്പിലായി സമരം ആരംഭിച്ചു. ഞാൻ ആ സമരത്തെ അഭിവാദ്യം ചെയ്യാൻ പോയിരുന്നു. എനിക്ക് തമാശ തോന്നി. ഏത് സമരം തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നാലും നാട് മുടിപ്പിക്കുന്നവർ, ഉൽപ്പാദനത്തെ തടയുന്നവർ, വികസനത്തെ മുടക്കുന്നവർ എന്നാക്ഷേപിക്കുന്ന പത്രങ്ങളിലെ ജീവനക്കാരാണ് ഇവർ. അവർ പാവങ്ങൾ ഇതൊന്നും അറിയുന്നില്ല. നയം വേറെ ആളാണ് തീരുമാനിക്കുന്നത്. എങ്കിൽ പോലും പുതിയ നിയമം വന്നിരിക്കുക. കൂട്ടായി വിലപേശാനുള്ള തൊഴിലാളികളുടെ സ്വാതന്ത്ര്യം വലിയ തോതിൽ ഞെരുക്കിയിരിക്കുന്നു പുതിയ തൊഴിൽ നിയമങ്ങൾ. 29 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി ചുരുക്കുന്നതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് നിയമങ്ങൾ വരുമ്പോൾ വ്യാഖ്യാനിക്കാനൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നതുകൊണ്ട് അതിനൊന്ന് സുതാര്യമാക്കാനും ലളിതമാക്കാനും ഒന്ന് ചുരുക്കുക എന്നത് മാത്രമാണ് പ്രശ്നമില്ല. പക്ഷേ നിലവിലുണ്ടായിരുന്ന നിയമങ്ങളുടെ കാതലെടുത്തു കളഞ്ഞു. ഉദാഹരണത്തിന് പണിമുടക്ക് നടത്തുക തൊഴിലാളികളുടെ ഒരു അവകാശമായിരുന്നു. പണിയെടുക്കാൻ അവകാശമുള്ളതുപോലെ പണി മുടക്കാനും അവകാശം വേണ്ടേ?
വളരെ വളരെ പ്രയാസം വരുന്ന, പ്രതിസന്ധി വരുന്നൊരു ഘട്ടത്തിൽ പണിമുടക്കിലേക്ക് പോകും. കാരണം ശമ്പളവും കൂലിയും നഷ്ടപ്പെടുന്നതാണല്ലോ ഈ പണിമുടക്ക്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് എന്ന് പറയുന്ന പഴയ നിയമം അനുസരിച്ച് അവശ്യ സർവീസുകളിൽ 14 ദിവസം മുൻകൂട്ടി നോട്ടീസ് കൊടുക്കണമെന്നേ വ്യവസ്ഥ ഉണ്ടായിരുന്നുള്ളൂ. പണിമുടക്ക് അവകാശമായി അംഗീകരിച്ചിരുന്നു. ഇന്ത്യയിലെ തൊഴിൽ നിയമം കൂട്ടായി വിലപേശാൻ തൊഴിലാളികൾക്ക് അവകാശമുണ്ടെന്ന് നമ്മൾ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട്. ആ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ID ആക്ട് വന്നത്. ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുന്ന സമ്പത്ത് ഏതാനും വ്യക്തികളുടെ കയ്യിൽ കേന്ദ്രീകരിക്കുന്നത് തടയുക എന്നത് ഭരണഘടനാ സങ്കല്പമാണ്. പക്ഷെ അതൊന്നും ഇവിടെ നടപ്പായിട്ടില്ല. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് പ്രകാരം പണിമുടക്കാനുള്ള അവകാശം പോയി. ഇപ്പോൾ പുതിയ നിയമത്തിൽ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികൾ പണിമുടക്ക് നോട്ടീസ് കൊടുത്താൽ മാനേജ്മെന്റ് ആ നോട്ടീസ് തൊഴിൽ തർക്കത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ടൊരു കത്തോടുകൂടി ലേബർ ഡിപ്പാർട്ട്മെന്റിന് സമർപ്പിച്ചാൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് കൺസിലിയേഷൻ നടപടി ആരംഭിച്ചതായി കണക്കാക്കപ്പെടും. അനുരഞ്ജന നടപടികൾ. പിന്നെ പണിമുടക്ക് പാടില്ല. ജില്ലാ ലേബർ ഓഫീസർ അനുരഞ്ജന ചർച്ചകൾ നടത്തുന്നു. എത്ര മാസം? നിയമത്തിൽ വ്യവസ്ഥയില്ല. അദ്ദേഹത്തിൻ്റെ ലെവലിൽ ചർച്ച ചെയ്തിട്ട് തീരാതെ വരുമ്പോൾ ജോയിന്റ് ലേബർ കമ്മീഷണർക്ക് റെഫർ ചെയ്തു. പിന്നെ അദ്ദേഹം ഒരു 6 മാസം ചർച്ച. അത് കഴിഞ്ഞ് ലേബർ കമ്മീഷണർക്ക് റെഫർ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ലേബർ മിനിസ്ട്രിക്ക് റെഫർ ചെയ്യുന്നു. പിന്നെ ഇൻഡസ്ട്രിയൽ ട്രൈബ്യൂണലിന് റെഫർ ചെയ്യുന്നു. എത്ര കാലം കൊണ്ട് ഈ തർക്കം തീർക്കണമെന്ന് നിയമത്തിൽ വ്യവസ്ഥയില്ല. ഈ പ്രൊസീജിയർ നടക്കുമ്പോൾ അതിനുള്ളിൽ പണിമുടക്ക് നടത്തിയാൽ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ട്രേഡ് യൂണിയനിൽ നിന്ന് പണിമുടക്ക് മൂലം സ്ഥാപനത്തിന് എന്തെങ്കിലും നഷ്ടമുണ്ടായതായി കമ്പനി കണക്കാക്കിയാൽ ആ നഷ്ടം ട്രേഡ് യൂണിയൻ കൊടുക്കണം. ആ സന്ദർഭത്തിൽ നടന്ന പണിമുടക്ക് നിയമവിരുദ്ധമായി പ്രഖ്യാപിക്കപ്പെടും. ആ നിയമവിരുദ്ധ പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികളുടെ ഓരോ ദിവസത്തെ പണിമുടക്കിനും 8 ദിവസത്തെ വേതനം എന്ന തോതിൽ അവരുടെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചു വെക്കാം. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നൊക്കെ നടക്കുന്ന കാര്യമാണോ? കഴിഞ്ഞ മാർച്ച് 28, 29 തീയതികളിലെ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ കേരളത്തിലെ കൊച്ചിൻ റിഫൈനറിയിലെ CITU യൂണിയനിൽപ്പെട്ട തൊഴിലാളികൾക്ക് 16 ദിവസത്തെ ശമ്പളം അവർ നേരത്തെ ജോലി ചെയ്ത ദിവസങ്ങളിലെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചെടുക്കുമെന്ന് നോട്ടീസ് കൊടുത്തു മാനേജ്മെന്റ്. സെൻട്രൽ പബ്ലിക് സെക്ടറാ. കേരളമായതുകൊണ്ട് അത് നടപ്പായിട്ടില്ല. കേരള ലേബർ മിനിസ്റ്റർ അവരെ വിളിച്ചു പറഞ്ഞു, ഇതൊന്നും കേരളത്തിൽ നടപ്പാക്കാൻ സമ്മതിക്കില്ല. ട്രേഡ് യൂണിയനോട് ശക്തമായ നിലപാടെടുത്തു. അതുകൊണ്ട് കേരളത്തിൽ നടപ്പായിട്ടില്ല. പക്ഷെ ആ വാൾ ഇപ്പോഴും അവരുടെ തലക്ക് മുകളിലുണ്ട്. നോട്ടീസ് പിൻവലിച്ചിട്ടില്ല. എങ്ങനെ പണിമുടക്ക് സമരം നടത്തും? കൂട്ടായ വിലപേശലില്ലാതെ എങ്ങനെ വേതനം ഉയരും? വേതനം ഉയരുന്നല്ലാതെ എങ്ങനെ തൊഴിലാളികളുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ഉയരും? എങ്ങനെ മക്കൾക്ക് വിദ്യാഭ്യാസം നൽകാനുള്ള വരുമാനം നേടിയെടുക്കും? നിസ്സഹായനായി നിരായുധനായ അധ്വാന ശക്തി വിറ്റ് വല്ലതും കിട്ടിയിട്ടില്ലെങ്കിൽ ജീവിക്കാൻ കഴിയാത്ത ഈ തൊഴിലാളികൾ അവരെ നിരായുധരായി ഈ തൊഴിലുടമകളിലേക്ക് എറിഞ്ഞു കൊടുത്തിരിക്കുകയാണ് ഈ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായ ഈ നിയമം. ഇതാണ് ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി തൊഴിൽ മേഖലയിൽ വരുന്നത്. ഇങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? രാജ്യത്തെ ജനങ്ങളിൽ വലിയ വിഭാഗം തൊഴിലെടുക്കുന്നവരാണ്. ഇന്ത്യയിൽ ലേബർ ഫോഴ്സ് എന്ന് പറയുന്നത് 76 കോടിയാണ് കണക്കാക്കിയിട്ടുള്ളത്. തൊഴിൽ ചെയ്യാൻ കഴിവുള്ള പ്രായത്തിലുള്ളവർ. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ഒരു കണക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ആക്റ്റീവായി എന്തെങ്കിലും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ 56 കോടി എന്നാണ് കണക്കാക്കുന്നത്. ഇതൊന്നും കൃത്യ എണ്ണാവില്ല. കൃത്യ എണ്ണം കണക്കാക്കുന്ന ഒരേ ഏജൻസിയും ഇല്ല. എന്തെങ്കിലും ജോലിക്ക് പോകുന്നവർ 56 കോടി. ഈ 56 കോടിയിൽ സ്ഥിരമായ ജോലി മാസശമ്പളം നിർണയിക്കപ്പെട്ട് മാസം ശമ്പളം ലഭിച്ചുകൊണ്ടിരിക്കുന്നവർ 5 കോടിയിൽ താഴെ മാത്രമാണ്. പട്ടാളം, പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ, വൻകിട ഫാക്ടറികളിൽ ജോലിയെടുക്കുന്നവർ, ബാങ്ക് ജീവനക്കാർ, അതിലെ സ്ഥിരം ജീവനക്കാർ, അങ്ങനെയുള്ളൊരു വിഭാഗം. ഓർഗനൈസ്ഡ് സെക്ടർ എംപ്ലോയീസ്. ഓൾ അതേഴ്സ് ആർ അൺഓർഗനൈസ്ഡ് സെക്ടർ ഓർ ഇൻഫോർമൽ സെക്ടർ, അങ്ങനെ പറയാം. അനൗപചാരിക മേഖല. 4 കോടിയിൽ പരം നിർമ്മാണ തൊഴിലാളികൾ. അവർക്കാരാണ് എംപ്ലോയർ? അവർക്കെന്താണ് കൂലി? അവർക്കെന്താണ് ആനുകൂല്യം? 5 കോടിയോളം മോട്ടോർ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ. ഓട്ടോറിക്ഷ, ലോറി ട്രാൻസ്പോർട്ട്, ബസ് ട്രാൻസ്പോർട്ട്, ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസ്, ഇതെല്ലാം ഓടിച്ച് ഉപജീവനം കഴിക്കുന്നവർ. മത്സ്യം പിടിക്കാൻ പോകുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, മത്സ്യം വിൽപ്പന നടത്താൻ പോകുന്നവർ, കടകളിലും വാണിജ്യ സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന കോടാനുകോടി തൊഴിലാളികൾ, നല്ല എയർ കണ്ടീഷൻഡ് ഷോറൂമുകളിൽ
നല്ല വസ്ത്രമണിഞ്ഞ് സെയിൽസ്മാൻ സെയിൽസ് ഗേൾസ് എന്ന പേരിട്ട് നിർത്തിയിട്ടിരിക്കുന്ന സുന്ദരന്മാരെയും സുന്ദരിമാരെയും ഒക്കെ കണ്ടാൽ ഇവർ നന്നായി ജീവിക്കുന്നവരാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. എന്താണ് അവരുടെ വേതനം? അവർക്ക് പെർമനൻ്റ് എംപ്ലോയ്മെൻ്റ് ഉണ്ടോ? അവർക്ക് ജോലിയിൽ നിന്ന് വിരമിച്ചാൽ ഗ്രാറ്റുവിറ്റി കിട്ടാൻ വ്യവസ്ഥയുണ്ടോ? അവർക്ക് ബോണസ് ആക്ട് പ്രകാരമുള്ള ബോണസ് ഉണ്ടോ? അവർക്ക് ESI ആക്ട് ബാധകമാണെന്ന് നിങ്ങൾ ചോദിച്ചു നോക്കിയിട്ടുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം അവൻ്റെ തലയിൽ വന്നാൽ മുതലാളി അത് മണത്തറിഞ്ഞ് പിറ്റേ ദിവസം ഒഴിവാക്കും. അതിന് മുമ്പിൽ ഒരു കൊടിയും പിടിച്ച് 4 ആൾ നിന്നാൽ ഉടനെ വരും കമൻറ്റ്, അതും പൂട്ടിക്കാൻ വന്നിരിക്കുന്ന ഒരു സംഘാളികൾ. ഈ ജോലി നഷ്ടപ്പെട്ട് ജീവിതം തകർന്ന് നിരാശപ്പെട്ടു പോകുന്ന പാവപ്പെട്ടവൻ്റെ ദൈന്യതയെക്കുറിച്ചല്ല ചർച്ച. ഇതും പൂട്ടിക്കാൻ വന്നിരിക്കുന്നു ഇവന്മാർക്ക് വേറെ പണിയൊന്നുമില്ല എന്ന ആക്ഷേപം വരും. വീട്ടിൽ ജോലി ചെയ്യുന്നവരുണ്ട്, വീട്ടു ജോലിക്കാർ, ഡൊമസ്റ്റിക് വർക്കേഴ്സ്, വീടുകളിലിരുന്ന് ജോലി ചെയ്യുന്ന ഹോം ബേസ്ഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞ വേറൊരു വിഭാഗമുണ്ട്. ബീഡി തെറുക്കുന്നവരുണ്ട് വീട്ടിലിരുന്ന്. ബീഡി കമ്പനികൾ ഇലയും പുകയിലയും കൂടി ഇവരുടെ ഏൽപ്പിക്കുന്നു. പീസ് റേറ്റ് 1000 ബീഡി തെറുത്തു കൊടുത്താൽ ഇത്ര രൂപ. ഇവർ ജോലി ചെയ്യുന്നു ആ കമ്പനിയുടെ, പക്ഷേ ആ കമ്പനിയുടെ രജിസ്റ്ററിൽ ഇവിടെ പേരില്ല. അതുകൊണ്ട് ഇവർക്ക് മിനിമം വേജ് കൊടുക്കണ്ട, ഇവർക്ക് ബോണസ് കൊടുക്കണ്ട, ഒന്നും കൊടുക്കണ്ട. വീട്ടിലെ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതിനിടയിൽ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, പശുവിനെ നോക്കുന്നതിനിടയിൽ 10 ബീഡി തീർക്കുന്നു, 50 ബീഡി തീർക്കുന്നു, അത് കൊടുക്കുന്നു, അതിൻ്റെ കൂലി വാങ്ങുന്നു, ജീവിക്കുന്നു. ഹോം ബേസ്ഡ് വർക്കേഴ്സ്, വഴിയോര കച്ചവടക്കാർ, തോട്ടം തൊഴിലാളികൾ, ഇങ്ങനെ കോടിക്കണക്കിന് വരുന്ന ഏകദേശം 52 കോടിയോളം വരുന്ന തൊഴിലാളികൾക്ക് ന്യായമായ വേതനമില്ല. അതിനെക്കുറിച്ച് ഒരു നിയമത്തിലും വ്യവസ്ഥയില്ല. മിനിമം കൂലി എന്ന തത്വം അട്ടിമറിച്ചു ഈ ഗവൺമെൻറ്. മിനിമം കൂലി എന്ന് പറഞ്ഞാൽ പിന്നെ അതിലപ്പുറം പിന്നെ എന്ത് കൂലിയാണ്? അതിന് നിലവിൽ ചില മാനദണ്ഡങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടനകളൊക്കെ ILO പ്രിപ്പയർ ചെയ്ത ചില മാനദണ്ഡങ്ങളുണ്ട്. ഇന്ത്യൻ ലേബർ കോൺഫറൻസ് എന്ന് പറഞ്ഞൊരു ത്രികക്ഷി സമ്മേളനം ഞാൻ പറഞ്ഞല്ലോ. മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ILC മീറ്റിംഗ് കൂടിയിട്ടേ ഇല്ല. ഞങ്ങൾ എത്രയോ തവണ ആവശ്യപ്പെട്ടു, കൂടില്ല. ILC അംഗീകരിച്ച മിനിമം വേതനം ഒരു മാസത്തിൽ 21,000 രൂപ തൊഴിലാളികൾക്ക് നൽകണമെന്ന മിനിമം ILC അംഗീകരിച്ച. ILC ട്രൈപാർട്ടി മീറ്റിംഗ് 21,000 രൂപ പോയിട്ട് 15,000 രൂപ പോലും മിനിമം കൂലി കിട്ടാത്തവരാണ് മഹാഭൂരിപക്ഷം. എന്നിട്ടിപ്പോൾ ഗവൺമെൻറ് നിയമത്തിലൊരു പുതിയ കൂലി കൊണ്ടുവന്നിരിക്കുക, നാഷണൽ ഫ്ലോർ വേജ്. മിനിമം കൂലിയുടെ താഴെ, മിനിമം എന്ന് പറഞ്ഞതിൻ്റെ താഴെ എന്ത് ന്യായത്തിലാണ് കൂലി നിശ്ചയിക്കുക? മിനിമം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞല്ലേ, അതിൻ്റെ താഴെ നാഷണൽ ഫ്ലോർ വേജ്. എത്രയെന്നറിയോ? 202 രൂപ പെർ ഡേ ഇന്ത്യയിലെ ഒരു തൊഴിലാളിക്ക് നിശ്ചയിച്ചു വെച്ചിരിക്കുക നമ്മുടെ പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമത്തിൽ. ഇതാണ് ഉദാരവൽക്കരണ നയം. ഇതാണ് നിയോ ലിബറൽ നയങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള കുഴപ്പങ്ങൾ, പ്രതിസന്ധികൾ. ഇതിനെയാണ് തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്നത്. ഇതിനെതിരായി അതിശക്തമായ പോരാട്ടം ഉയർത്തിക്കൊണ്ടുവരണമെങ്കിൽ വർക്കിംഗ് ക്ലാസിൻ്റെ യൂണിറ്റി ഉണ്ടാവണം. വർക്കിംഗ് ക്ലാസ് മാത്രമല്ല, അധ്വാനിക്കുന്ന മുഴുവൻ വർഗങ്ങളെയും യോജിപ്പിക്കണം. കർഷകർ, ചെറുകിട കർഷകർ, കർഷക തൊഴിലാളികൾ, 25 കോടിയോളം കർഷക തൊഴിലാളികളാണ്. നേരത്തെ പറഞ്ഞ 56 കോടി. ഒരാണ്ടിൽ 27 ദിവസമാണ് അവർക്ക് ജോലി. വിളവെടുക്കുമ്പോഴും കൃഷി ഇറക്കുമ്പോഴും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയില്ല. പിന്നെ പശുക്കളെ പോറ്റലോ കാലികളെ പോറ്റലോ എന്തെങ്കിലും നാടൻ ജോലികൾ ചെയ്യലോ, അല്ലെങ്കിൽ കുടുംബസമേതം നഗരങ്ങളിലേക്ക് കുടിയേറി പോവുക, മൈഗ്രൻ്റ് ലേബേഴ്സ്, അങ്ങനെ ജീവിക്കുക. അവർക്ക് വീടില്ല, അവർക്ക് ഒരു ജീവിത സൗകര്യങ്ങളുമില്ല. ഇന്ത്യൻ ജനതയുടെ അവസ്ഥയാണ്. ഈ തൊഴിലാളികളുടെ ക്ഷേമം ഇന്നത്തെ ഗവൺമെൻറ്റിൻ്റെ ഒരു അജണ്ടയല്ല. ലോകം മുഴുവൻ തൊഴിലാളികളുടെ അവസ്ഥ ഇതാണ്. ആധുനിക സാങ്കേതിക വിദ്യ പുതിയ തൊഴിൽ സാധ്യതകൾ തുറന്നു വരുന്നില്ലേ? ഉണ്ട്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് പുതിയ തൊഴിൽ സാധ്യതയാണ്. ജിഗ് വർക്കേഴ്സ്. ആമസോണിൻ്റെ നിങ്ങൾ ഓർഡർ ചെയ്താൽ മണിക്കൂറുകൾക്കകം അല്ലെങ്കിൽ ദിവസങ്ങൾക്കകം ആ ഓർഡർ ചെയ്യപ്പെട്ട വസ്തുവുമായി ഒരു ചെറുപ്പക്കാരൻ വരുന്നു, മോട്ടോർ സൈക്കിളിൽ വരുന്നു, നിങ്ങൾക്ക് സാധനം തരുന്നു. ഈ ചെറുപ്പക്കാരനെ അറിയില്ല അവൻ്റെ ഉടമ ആരാണെന്ന്, അവൻ്റെ തൊഴിലുടമ ആരാണെന്ന്. ആരോട് സമരം ചെയ്യും? ആരോട് ചോദിക്കും കൂലി, ആനുകൂല്യം? മനുഷ്യനല്ലേ. ഉടമ എവിടെയൊക്കെ കിടക്കുന്നു? ജെഫ് ബെസോസിനെ ഇയാൾക്ക് കാണാൻ പറ്റില്ല. ലോകം മുഴുവൻ കോവിഡിൽ മനുഷ്യർ കഷ്ടപ്പെടുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിമാരിൽ ഒരാളായ ജെഫ് ബെസോസ് സുഹൃത്തുക്കളോടൊപ്പം ബഹിരാകാശ യാത്ര നടത്തുകയായിരുന്നു. ഒരു ഉല്ലാസയാത്ര, 11 മിനിറ്റ്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒരു പുതിയ സാധ്യത തുറന്നു തന്നിട്ടുണ്ട്. പക്ഷേ ആ സാധ്യത നമ്മൾ ഉപയോഗിക്കുമ്പോൾ യൂബർ ടാക്സി ആവട്ടെ, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് ആവട്ടെ, സ്വിഗ്ഗി ആവട്ടെ, സൊമാറ്റോ ആവട്ടെ, ആരുമാവട്ടെ,
അവിടെ എംപ്ലോയർ ആരാന്ന് എംപ്ലോയിക്ക് അറിയില്ല, എംപ്ലോയർ റിലേഷൻഷിപ്പില്ല. ഒരു പുതിയ തൊഴിൽ മേഖല വളർന്നു വരിക. ലക്ഷക്കണക്കിന് ആളുകളാണ് ആ മേഖലയിൽ ജോലി ചെയ്യുന്നത്. അവന് ആരാണ് സ്ഥിരം ജോലി കൊടുക്കുന്നത്? ജീവിക്കാൻ ആവശ്യമായ വേതനം നിർണയിച്ചു കൊടുക്കുന്നത്? ആരാണ് ഇടപെടാൻ കഴിയുക? പുതിയ പുതിയ പ്രശ്നങ്ങൾ വരിക തൊഴിലാളി സംഘടനകളുടെ മുമ്പിൽ, തൊഴിലാളി വർഗത്തിന് മുമ്പിൽ. ഇതിനൊക്കെ അതിജീവിക്കും. ആമസോണിലെ തൊഴിലാളികൾ സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു അമേരിക്കയിൽ. പതുക്കെ അവർ ആരംഭിക്കുന്നത്. നാളെ മറ്റന്നാൾ എല്ലാവരിലേക്കും അതെത്തും. ഈ ജീവിത പ്രശ്നങ്ങൾ അവരെ ചിന്തിപ്പിക്കും. ഈ അന്യായത്തിനെതിരെ പോരാടുക എന്ന മനോഭാവത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് വരേണ്ടതായിട്ട് വരും. ഞാനതിൽ ശുഭാപ്തി വിശ്വാസമുള്ള ആളാണ്. എത്രമാത്രം ഛിന്ന ഭിന്നമാക്കാൻ ശ്രമിച്ചാലും ഒരു നാൾ അതിനെ അതിജീവിച്ച് വരാനുള്ള ഒരു കഴിവിലേക്ക്, ശക്തിയിലേക്ക് ഈ അധ്വാനിക്കുന്ന വർഗം ചിന്തിച്ചു വരും എന്നുറപ്പാണ്. ഇതിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രക്ഷോഭ സമരങ്ങൾ, തൊഴിലാളികളുടെ സമരങ്ങൾ, കർഷകരുടെ സമരങ്ങൾ. കർഷക സമരം വലിയ പ്രക്ഷോഭമായിരുന്നു ഇന്ത്യയിൽ. ആ ബില്ലുകൾ പാർലമെൻറ്റിൽ പാസ്സാക്കാൻ വന്നപ്പോൾ ആ ബില്ലുകൾ ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ആളാണ് ഞാൻ രാജ്യസഭയിൽ. അത് ഭൂരിപക്ഷം ഉപയോഗിച്ച്, ബലം പ്രയോഗിച്ച് പാസ്സാക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ഞങ്ങൾ തടയാൻ ശ്രമിച്ചു. ഫിസിക്കലായി തടയാനൊന്നും കഴിയില്ല. പാർലമെൻറ്റിൽ ബഹളം വെക്കാനേ പറ്റും. അതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഞങ്ങൾക്ക് ഒരു 8-9 പേരന്ന്. ആ കർഷക സമരം അത്യുജ്വലമായൊരു സമരമായിരുന്നു. ആഗോളവൽക്കരണ നയങ്ങൾ ആരംഭിച്ചതിന് ശേഷം 21 ദേശീയ പണിമുടക്കുകൾ കേരളത്തിൽ നടന്നു. അവസാനത്തായിരുന്നു മാർച്ച് 28, 29. 25 കോടിയിൽ പരം തൊഴിലാളികൾ ആ സമരത്തിൽ പങ്കെടുത്തു. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കണ്ടില്ല. രാവിലെ പണിമുടക്ക് ആരംഭിച്ചു. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും തൊഴിലാളി കൂട്ടായ്മ ഉണ്ടാക്കിയിരുന്നു. ട്രേഡ് യൂണിയനുകൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച BMS ഒഴികെ. BMS RSSൻ്റെ സംഘടനയെ, അവർക്ക് പണിമുടക്കാൻ അവകാശമില്ല, അവരുടെ സംഘടന സമ്മതിക്കില്ല. പക്ഷേ മറ്റുള്ളവർ നടത്തിയ പണിമുടക്കിനെതിരായി ഒരു വാക്ക് BMS പറഞ്ഞില്ല. BMSലെ തൊഴിലാളികൾ പണിമുടക്കിനെ എതിർത്തില്ല. അവരുടെ മനസ്സ് നമ്മളോടൊപ്പമായിരുന്നു. ഞങ്ങൾ കാലത്ത് മുതൽ സമര കേന്ദ്രത്തിലുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ആയിരക്കണക്കിന് തൊഴിലാളികളാണ് സമര കേന്ദ്രത്തിൽ രാവിലെ തന്നെ ഒത്തുകൂടിയത്. നമ്മുടെ ചാനലുകൾ 8 മണിക്ക് ആരംഭിച്ചു. കേരളത്തിൽ മാത്രമേ പണിമുടക്കുള്ളൂ. ബാംഗ്ലൂരിലില്ല, ഡൽഹിയിലില്ല. അവിടെ ഓട്ടോറിക്ഷ ഓടുന്നു. ഇവിടെ നശിപ്പിക്കുകയാണ് ഇവരെല്ലാം കൂടി ചേർന്ന്. ഓരോരുത്തരും മത്സരിച്ച് വാദിക്കുകയാണ്. എന്നിട്ട് പണിമുടക്ക് ദിവസം എവിടെയെങ്കിലും ഉണ്ടായ ചില സ്ഖലനങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ അതിനെ ഊതി വീർപ്പിച്ച്, പണിമുടക്കെന്ന് പറഞ്ഞാൽ അക്രമമാണ്. ഇന്നയാളെ അടിച്ചു, ക്ഷേത്രത്തിൽ പോകുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ തല്ലി, ആശുപത്രിയിൽ പോകുന്ന ഒരാളുടെ മൂക്കിനിടിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള കഥകൾ പറയുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നത്? ഈ മാധ്യമങ്ങളുടെ ഉടമകൾ ഈ സർക്കാർ നയങ്ങളുടെ ഗുണഭോക്താക്കളാണ്. കുത്തക മുതലാളി വർഗ താല്പര്യം മാത്രം സംരക്ഷിക്കുന്ന, ഉദാരവൽക്കരണ നയം തീവ്രമായി നടപ്പാക്കുന്ന മോദി സർക്കാരിൻ്റെ നയങ്ങളുടെ ഗുണഭോക്താക്കളാണ് മാധ്യമങ്ങളുടെ ഉടമകളായ കോർപ്പറേറ്റുകൾ എല്ലാവരും. അതുകൊണ്ട് കോർപ്പറേറ്റ് മീഡിയ സർക്കാരിനെതിരായി ഒരക്ഷരം പറയില്ല. സർക്കാരിനെതിരായി ഉയർന്നു വരുന്ന പ്രക്ഷോഭ സമരങ്ങളെ ദുർബലമാക്കാൻ സർക്കാർ ഏജൻസികളെക്കാൾ മുൻപന്തിയിൽ അവർ വാശിയോടെ ഉണ്ടാവും. അവർക്ക് വേണ്ട പാരിതോഷികങ്ങൾ പരസ്യമായും മറ്റ് സൗജന്യങ്ങളായും കിട്ടിക്കൊണ്ടേയിരിക്കും. ആ ശക്തിയോടുകൂടിയാണ് നമ്മൾ ഏറ്റുമുട്ടുന്നത്. മുതലാളി വർഗത്തോടും ഗവൺമെൻറ്റിനോടും മാത്രമല്ല, നമ്മുടെ തലക്ക് മുകളിലുള്ള ഉപരി മേഖലയിലുള്ള ഈ ഏജൻസിയോട് നമ്മൾ ദൈനംദിനമായി ഏറ്റുമുട്ടിയാൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കും. അവരൊരു പുതിയ പ്രപഞ്ചം സൃഷ്ടിക്കുക, നമ്മുടെ മനസ്സിൽ ഒരു പുതിയ ലോകത്തിൻ്റെ ഒരു രൂപം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. എല്ലാ ദിവസവും ഞാനിങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്, എല്ലാ ദിവസവും മലയാള മനോരമ പത്രം വായിക്കുന്ന ഒരു മനുഷ്യന് എങ്ങനെയാണ് ഒരു മനുഷ്യനായി ജീവിക്കാൻ പറ്റുക? ഒരു പ്രത്യേക രൂപത്തിലായി വരും നിങ്ങൾ, ഒരു പ്രത്യേക രൂപത്തിലായിട്ട് വരും. നമ്മളെല്ലാവരും കാണുമ്പോൾ ചിരിക്കുന്നതും താൻ ചായ കുടിച്ചില്ലേ, മുഖത്തൊരു ക്ഷീണം കാണുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹ്യം പറയുന്നതൊക്കെ നമ്മൾ മനുഷ്യ സഹവാസം ഉള്ളതുകൊണ്ടാണ്. നമ്മളൊരു കുഞ്ഞിനെ കാട്ടിൽ കൊണ്ടുപോയിട്ടു ഒരു മനുഷ്യ സഹവാസം ഇല്ലാതെ ആ കുഞ്ഞ് വളർന്നാൽ ആ കാട്ടിലുള്ളൊരു ജീവിയെ പോലെ അതാവൂ. അപ്പം നിങ്ങൾ അധിക സമയം ആരോടാണോ സഹവസിക്കുന്നത് ആ രൂപത്തിലേക്ക് നിങ്ങളുടെ സ്വഭാവം മാറിപ്പോയാൽ ആരെ കുറ്റപ്പെടുത്താൻ? ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ ഇന്നത്തെ അവസ്ഥ. ഇതിനൊക്കെ അതിജീവിച്ച് പുതിയ പ്രസ്ഥാനങ്ങളായി വരണം. ഞാൻ ശുഭാപ്തി വിശ്വാസിയാണെന്ന് പറയുന്നത് വെറുതെ അല്ല. തൊഴിലാളികളും കർഷകരും ഉയർത്തിക്കൊണ്ടുവരുന്ന പോലുള്ള പ്രക്ഷോഭ സമരങ്ങൾ ഇനിയും ഉയർന്നു വരും.
ഇതിനെ തകർക്കാൻ വേണ്ടിയാണ് വർഗീയത ആയുധമാക്കുന്നത്. ഉദാരവൽക്കരണ നയത്തിൻ്റെ ഒരു ഭാഗമാണ് വർഗീയത, ഭിന്നിപ്പിക്കൽ. ഇപ്പം രാജ്യമാസകലം മസ്ജിദുകളുടെ പേരിൽ തർക്കമുണ്ടാക്കുക, വസ്ത്രങ്ങളുടെ പേരിൽ തർക്കമുണ്ടാക്കുക, ഭക്ഷണത്തിൻ്റെ പേരിൽ തർക്കമുണ്ടാക്കുക, ലവ് ജിഹാദ്, ലാൻഡ് ജിഹാദ്, ഹിജാബ് വിവാദം, എന്തെല്ലാമാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. മനുഷ്യ ജീവിതവുമായിട്ട് എന്ത് ബന്ധം ആ പ്രശ്നത്തിലുണ്ട്? 1991 പാർലമെന്റ് ഒരു നിയമം ഉണ്ടാക്കി, പ്രൊട്ടക്ഷൻ ഓഫ് വർഷിപ്പ് പ്ലേസസ് ആക്ട്, ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനുള്ള നിയമം. 1947 ആഗസ്റ്റ് 15 ഇന്ത്യയിലെ ആരാധനാലയങ്ങൾ എങ്ങനെയായിരുന്നോ ആ നിലയിൽ തുടരാൻ ആ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ഒരു മാറ്റവും വരുത്താൻ പാടില്ല. ആരുടെ കയ്യിലാണോ അവരുടെ കയ്യിൽ, സ്വാതന്ത്ര്യം കിട്ടുന്ന ദിവസം. എക്സെപ്റ്റ് ബാബറി മസ്ജിദ്, ആ നിയമം അങ്ങനെ. ബാബറി മസ്ജിദ് അന്നേ തർക്കത്തിലായതുകൊണ്ട് അതിനെ ഒഴിവാക്കി. ബാബറി മസ്ജിദ് പൊളിച്ച് ആഹ്ലാദ പ്രകടനം നടത്തുമ്പോൾ RSS വിളിച്ചിരുന്നു മധുര കാശി ബാക്കി ഹേ. ബാബറി മസ്ജിദിന്റെ കേസിൽ വിശ്വ ഹിന്ദു പരിഷത്തും RSSും ആഗ്രഹിക്കുന്ന ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്ന് ലഭിച്ചപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞു, ഞങ്ങളുടെ എല്ലാ തർക്കവും തീർന്നു, ഇനി വേറെ ഒന്നും വേണ്ട. എന്നാൽ ഇപ്പോൾ വാരാണസിയിലെ ഗ്യാൻവാപ്പി മസ്ജിദ് ക്ഷേത്രം തകർത്തുണ്ടാക്കിയതാണെന്ന പുതിയ അഭിപ്രായം വരുന്നു. ഒരു ഹർജി വാരാണസി കോടതിയിൽ വരുന്നു. കോടതി ഉടനെ വീഡിയോ സർവേക്ക് ഉത്തരവിടുന്നു. 91 ഈ നിയമം നിലനിൽക്കുമ്പോൾ എന്തിനാണ് ആ കോടതി അങ്ങനെ വിധിച്ചത്? കോടതിക്ക് പുതിയ നിയമം ഉണ്ടാക്കാൻ അവകാശമുണ്ടോ? വീഡിയോ സർവേയിൽ കണ്ടെത്തിയതായി പറയുന്ന കാര്യം കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് പുറത്ത് പറയുന്നു, അവിടെ ശിവലിംഗ മാതൃകയിൽ എന്തോ ഒന്ന് കണ്ടു. ഉടനെ ഒരു 5 സ്ത്രീകൾ ഹർജിയുമായി വരുന്നു. അത് ക്ഷേത്രമാണ്, ഞങ്ങൾക്ക് ആരാധിക്കാൻ അവകാശം വേണം. ശിവലിംഗ മാതൃക കണ്ടു എന്ന് പറയപ്പെട്ട സ്ഥലം അടച്ചിടാൻ കോടതി വീണ്ടും ഉത്തരവിടുന്നു. സുപ്രീം കോടതി പോയതിന് ശേഷമാണ് പള്ളിയുടെ കൈവശക്കാർക്ക് റിലീഫ് കിട്ടിയത്. തൊട്ടടുത്ത ദിവസം മധുരയിൽ ഈ പ്രശ്നം വരുന്നു. ഉത്തര മധുരയിൽ ഈദ്ഗാഹ് മസ്ജിദിൻ്റെ മേലെ. മംഗലാപുരത്ത് മറ്റൊരു പ്രശ്നം വരുന്നു. കർണാടകത്തിൽ ഹിജാബ് പ്രശ്നം വരുന്നു. ശിരോവസ്ത്ര, എന്ത് പ്രശ്നം അതിനകത്തുണ്ട്? നിങ്ങൾ നമ്മുടെ ഒരു പഴയ രാഷ്ട്രപതിയെ കണ്ടിട്ടില്ലേ, കേട്ടിട്ടില്ലേ? പ്രതിഭ പട്ടീൽ, തല മറയ്ക്കാത്ത പ്രതിഭ പട്ടീലിൻ്റെ ചിത്രം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉടുത്ത സാരിയുടെ തുമ്പ് കൊണ്ട് തല മറച്ചുകൊണ്ടാണ് അന്താരാഷ്ട്ര വേദികളിൽ പോലും അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത്. അവർ മുസ്ലിം ആയതുകൊണ്ടൊന്നുമല്ല, അതൊരു കസ്റ്റം. അങ്ങനെ എത്ര പേർ ജീവിക്കുന്നുണ്ട്? അങ്ങനെ ഒരു പ്രശ്നം BJP ഗവൺമെൻറ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഉയർത്തുമ്പോഴേക്ക്, RSS ഉയർത്തുമ്പോഴേക്ക് ആ ചൂണ്ടയിൽ കൊത്തി ഇപ്പുറത്ത് പോപ്പുലർ ഫ്രണ്ട്. അവർക്ക് മാത്രമായി ഇതിനെ തടയാൻ പറ്റുമോ? ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പ്രശ്നം വന്നു. നാട്ടിലാകെ ഒരു പുതിയ അന്തരീക്ഷം വരികയാണ്. പലയിടത്തും പ്രവാചക നിന്ദ എന്ന പേരിലൊക്കെ വന്ന് തകർക്കാൻ. ഇതിനെ നാം ജാഗ്രതയോടെ കാണണം. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികം വരിക. ആസാദി കാ അമൃത വർഷ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണത്തിലേക്ക് RSSും BJPയും പോവുക. സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിച്ചിട്ടില്ലാത്തവർ, സ്വാതന്ത്ര്യ സമരം നേതൃത്വം നൽകിയ ജനങ്ങൾ, നിരപേക്ഷതയുടെ അടിത്തറയിൽ ദേശീയ മുദ്രാവാക്യവുമായി വന്ന ജനങ്ങളുടെ ആ ചരിത്രത്തെ മാറ്റിമറിക്കാനാണ് അവർ പോകുന്നത്. ഈ ഒരു വസ്തുതകൾ കൂടി നിയോ ലിബറൽ നയങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഓർമ്മിച്ചു പോകേണ്ടതുണ്ട് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അടുത്തതായി നിയോ ലിബറൽ എക്കണോമിക് പോളിസി ഇൻ ദി ഇറ ഓഫ് നിയോ ലിബറൽ ഫീൽഡ്, ഇതിനെ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്നത് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ സെൻറ്റർ ഫോർ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് ആൻഡ് പ്ലാനിംഗ് വകുപ്പിൻ്റെ പ്രൊഫസറായ പ്രൊഫസർ സുർജിത് മുജുംദാറാണ്. അദ്ദേഹം രാജ്യത്തെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുടെ ഒരാളാണ്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിലെല്ലാം നേതൃത്വപരമായ പങ്കുവഹിക്കുന്ന ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പ്രൊഫസറാണ്. ഞാൻ അദ്ദേഹത്തെ കൂടുതലായിട്ട് പറയുന്നില്ല. സോ ഐ ഇൻവൈറ്റ് comrades and friends who are participating in this
on this, in this seminar. I'd like to first thank Comrade Sudhakaran and other organizers of this event today for the opportunity that I've been given, or the privilege I've been given, to pay my tribute to a great leader of not only the communist movement in India, but the world over, Comrade Ems Smrithi, in this specific form. Okay, so it's a privilege to have this opportunity to pay my tribute to this great leader. I also would like to pay my respects to Comrade Chandradutt and Comrade Muralidharan, who have in the past also given me the opportunity to come for this particular event. Once I have been here in the past too, and it is sad that they are not here with us today to mark this occasion. I hope I shall be able to do justice to this opportunity by making some small contribution to advancing a collective understanding of the kind of terrain in which we have to now carry forward our struggles, with the ultimate objective, of course, of achieving a radical transformation of society. But what's the current situation that is confronting us, in which we have to advance our struggles? I hope I'll be able to make some contribution to understanding that. It was always going to be a very difficult job. It's been made even more difficult by the fact that I have to, in the process, try to persuade everyone to delay going for their lunch, and to do so while speaking in English, which is not the language of first preference of most of the audience present here. But be that as it may, those are the constraints that we have to live with. The broad theme of this seminar refers to, of course, 3 decades of neoliberalism. And I think I'd like to begin by pointing out that this is something of extremely important significance, because what we are currently today at a specific historical juncture, in which not only 3 decades of neoliberalism have played themselves out, and a particular trajectory of development has played itself out, not only in India, but at the level of capitalism, at the global level also. We are today actually, in my view, at a particular juncture in that history, in which the contradictions that were inherent in that process, in both the specific pattern of capitalist development that it engineered in India, as well as the contradictions at the level of global capitalism, are all today have reached an extremely acute situation, whereby we are at a juncture where it is possibly, very confidently possible to say that there's no going back to the past. But at the same time, the future is still to be shaped and decided. And I'll try to explain why I am saying that we are at such a critical historical juncture today. Of course, we know about the military conflict that is taking place thousands of miles away. We are familiar with the crisis that we are confronting in India today. The connections between these two are, of course, not always visible because they are not immediate. But ultimately, these are both reflections of something of a common process to which I think it's important to draw attention. So, the neoliberalism, of course, has been the worldview of capitalist globalization, which represents a particular phase in the history of internationalization of capitalism. Okay. One of the important features of globalization has been that this is a phase or period in which the mechanisms of imperialist exploitation itself have involved moving wherever possible production to lower wage locations and
feeding on that by taking advantage of the dominance or monopoly over finance, technology, and markets that conventionally the dominance of the Western imperialist powers gave them. Okay. So it's been a process in which, in a sense, one of the pillars of Western dominance, which was that which had been achieved in an earlier stage of history, where much of world production came to be concentrated in the Western world, or the triad, if you include Japan also. Globalization has been a period in which even imperialist exploitation has involved actually moving production out of the West to other parts of the world, to lower wage locations, and then feeding off that more intensive process of exploitation in various ways to move the surplus that is generated from that in different ways to back to the West. Okay. So that's been a feature of this era of globalization. And Indian capitalism in this period has sought to secure its own development by inserting itself into this process by increased integration with the global economy. So neoliberalism in India has basically been a process of trying to achieve, Indian capitalism trying to achieve its own development by inserting itself into this global process that has been unfolding for 3 to 4 decades. Now, naturally, for Indian capitalism, given its historical location, its only possible way of succeeding in that process relied on it being and remaining a location, a low-wage location. And that's the reference I'm making to, in my title, to a cheap labor capitalism. Now, Indian capitalism, for various historical reasons, its specific history of development, gave it a character which it, in any case, was always reliant on low wages rather than very high productivity of labor to maintain its system of exploitation. Indian capitalism historically has always been a highly technologically dependent capitalism, not in a position to significantly develop its own technological capabilities. And the insertion into the process of globalization has actually meant that the dependence on cheap labor and the technological dependence both have actually increased rather than come down. Okay. In order to be competitive in the global marketplace, even to be competitive within your own domestic economy when your markets are open to foreign competition, it has been necessary to or even to get foreign capital to come here and locate production in India. What is the basis on which India was in any position to be competitive? Okay. Cheap labor, by which I'm meaning not just low wages, but a combination of low wages, the ability of capital to intensify labor to the maximum possible extent in order to extract to exploit it to the maximum possible extent, and also an elasticity of the labor supply where you could bring in and throw out according to the requirements of the accumulation process, without that process ever putting a pressure on the wage levels. So cheap labor capitalism was the basis on which any prospects of Indian capitalism succeeded in the globalization game rested. And technological dependence had two sides to it. Of course, you needed technology to be able to produce the products with which you could compete. But technology was also used as part of the process of intensifying the exploitation of cheap labor within India. This cheap labor, what I would like to say, the cheap labor regime forms the basis for the growth, the accumulation, and the crisis that this process has faced. So if you look at the 3-decade period, no doubt there has been growth. There have been growth of kinds that one has not seen in the history of independent India, and of course we didn't see during the colonial period.
there has been accumulation, capital accumulation in periods at a very rapid rate, rates which we have never again seen in the past. But there has also been crisis, a multi-level, multi-layered crisis, and what we have seen is a process where what was always a crisis, what went with the cheap labor regime, was a crisis of employment and incomes for the vast majority of Indians who do not have assets or property, who mainly are reliant on their own labor to earn their livelihood. Okay. So it meant a vast crisis, a crisis for all of them, no matter what was the larger story of what was happening in the Indian economy. But at the same time, that particular maintenance of the cheap labor conditions, which at one point of time was, or in periods of time, facilitated rapid growth and accumulation, also created the conditions in which the sustenance of that kind of growth and accumulation and sustenance of a process of profit growth was no longer possible. So in a sense, the crisis which already existed for some became a crisis for everyone, even the crisis for the neoliberal process of capitalist development. Okay. So essentially, the contradiction that is there is that you can have more profits either by squeezing more profits out of a given level of production by reducing the part that goes to labor. Okay. That's one way of increasing profits. And the other part is the process of increasing production. And therefore, the volume of profits increases over time as a result of that. Between these two ways of increasing profits, a contradiction has developed where, in order to have one, you are running into a problem with the second. So let me try and build this story by reference to the different facets of Indian growth during this 3-decade period. So if we look at growth alone, that is total GDP, which is a measure of the aggregate production in the economy, how that has grown over time, then in the 30-year period, one can identify at least 3 distinct phases. The first phase is from immediately after the 91 neoliberal reforms were initiated, from then on till about 2002-03, roughly a 12-year period. If you see, this is a period in which Indian GDP growth continued to be at more or less the same rate at which it was growing in the 1980s. There was no significant break that happened. And in fact, in the discussions about liberalization, academic discussions about liberalization globally, there was this debate as to what is the significance of this big-scale liberalization of the 1990s. If it produced no change to the growth rates that had been achieved by a much more limited liberalization of the 1980s. Okay. So that's the first phase. Then there is a phase from roughly 2003 to 2008, the 5 years that precedes the 2008 global crisis, when India becomes a prominent member of a global trend. Okay. There is a global boom in which actually you find that it is the developing countries or countries of the third world which are growing the fastest, and the gap between whose growth and that of the advanced capitalist world increases during this period. Okay. So this is the period in which India also achieves these 8 to 9% growth rates, which again were unprecedented in its history. That's the first time you see after 1991 any significant effect on growth rates. And then comes the global crisis. Initially, it appeared after the global crisis, if you look at the period since then, initially it appeared that Indian growth had weathered the storm
India and China had weathered the storm, and there was all this talk about India and China may actually lead the global recovery after the 2008 global crisis. Okay. And initially, a few years, it looked as if it might be so. But then from the beginning of the second decade of the 21st century, you saw a distinct process of slowing down of GDP growth. Now, what has been the GDP growth since then till now is something that we cannot clearly establish because of the fact that somewhere in between, the government decided to change the GDP series. And what was important about the change in this GDP series, changes have happened in the past also, was there were fundamental changes in the methodology used to construct GDP estimates. And for the period for which you have data from the earlier series as well as the new one, it became clear that the new series was inflating the growth rates as compared to what was being shown by the old series. Okay. So since then, what the average growth path story has been is something that we can't quite clearly establish. Different method estimates, even the chief economic advisor to this government in its previous term, Arvind Subramanian, did an estimate from other indicators according to which India's GDP growth rate, which in the 2011-12 to 2015-16 period, 16-17 period, was, as per the official GDP series, about 7%. His estimate was that it was closer to about 4.5%. Okay, so there was a significant gap between these two. Okay, so there is that story about the GDP growth rate, but it's the significant expert opinion also would be, is now argues that the new series of GDP overestimates Indian GDP growth rate. The actual growth rate is actually lower. But even with the new GDP series, you see that from after 2016-17, successively every year, successively every quarter, you are seeing GDP growth slowing down, slowing down, slowing down. And before anyone in the world had heard about COVID, the year 2019-20 itself was already a year in which everyone was talking about a slowdown in the Indian economy. Okay. Because even the new GDP series was showing significantly lower growth rates. But there have been also compelling arguments to the effect that even this trend has not been fully captured, because this is a period in which the economy experienced, in addition to any long-term factors constraining growth, specific shocks. You first had the demonetization, then you had the introduction of the GST, okay, and it was evident to everyone that the effects of both of these on India's unorganized sector was far greater than on the organized sector. I mean, all logic would indicate that that was the case. But the methods of GDP estimation were never adjusted for that. Okay. And we continued to estimate what happens in the unorganized sector by looking at what's happening in the organized sector. Okay. So it's possible that actually the GDP growth rates were the decline was even worse than what has been shown in the GDP series. So broadly, however, therefore, a story emerges that you have one period before 2003 in which you have more or less sustenance of what was the rate of growth earlier. Then you have this explosive growth for a few years, and then that particular process also dies down. And no amount of evidence can be garnered to establish that there has been anything like a return to that period of extremely high growth that you saw during the 5 years preceding the global crisis. Now, if we turn to the components of this growth, let's look at what happened to different sectors within this particular growth. The remarkable feature of Indian growth is that this growth that you have seen in the last 30 years has not been marked by
has not been marked by India in this period finally managing to achieve a process of successful industrialization. India's industrialization record even before this process was extremely poor. Okay. We had developed a large diversified industrial sector, but relative to the size of the economy, its relative importance was still extremely low. Per capita production of industrial products in India in comparison with the rest of the world was extremely low, and this was true even if you compared India with several other third world countries which had also experienced their industrialization only after the Second World War or post-Second World War period in the second half of the 20th century. So compared to many of the Asian peers, India's industrialization record had been very poor. But in these 30 years, that's not been corrected. Instead, you've had a reversal. Okay. Instead, you've had a reversal in the sense that India is now very well established as being one of the prominent members of the group of countries which are said to be experiencing premature deindustrialization, which is that the industrial sector's importance, relative importance in the economy, both in production as well as employment, is shrinking. Okay. And while there have been ups and downs during this 30-year period, if you look at the period as a whole, the highest level of the share of manufacturing in India's GDP was way back in 1995-96. And the 1995-96 level was only marginally different from the level in 1975. And compared to the 1995-96 level, since then, it has always been below. And in the last 10 years, you've seen a very sharp decline in the relative importance of manufacturing in India's GDP. So it's not been an industrialization or manufacturing driven growth process. Agriculture, of course, has been in crisis. I won't go into the details of that because that's the subject of other people's presentations. But essentially, in the case of agriculture, you've had a continuation of the process of agriculture's declining significance in the economy. The agrarian crisis, okay, it's essential thing that is relevant for my discussion is the fact that you reach a point at which agriculture is no longer able to sustain a large population which is dependent on it for its livelihood. Okay. And you therefore get, from the early 90s itself, for the first time in the history of independent India, an exodus from agriculture in seeking work outside agriculture. Not that households are no longer engaged in agriculture, but members of the household have to seek work outside agriculture. Partly the reasons are historical, and partly the reasons have to do with what are the conditions that neoliberalism itself produced. The historical conditions lie in the failure of Indian land reforms after independence. Okay. The implications of the failure of land reforms was, of course, that agrarian development itself was limited, and more importantly, the ability of agriculture to support an industrialization process was also extremely constrained, so that the growth of non-agricultural employment for the entire period since independence remained extremely limited, which is why large number of people remained in agriculture, despite the fact that agriculture was not necessarily generating very high incomes. But in the absence of opportunities outside agriculture, people remained in agriculture. So the population dependent on agriculture kept increasing, the land available was fixed. It was destined to reach a point at which it would no longer be able to support a growing population. And neoliberalism and the effects that it brought about of resulting in withdrawal of support to agriculture, exposing Indian agriculture to vagaries of global markets, triggered that particular
transition to a crisis in which you then now, you have what you can call a delayed movement out of agriculture. What should have happened in the past happens now, but it didn't happen in the past because employment opportunities were not available outside. It's happening now not because employment opportunities are available, but simply it's a push, forced movement out of agriculture because people can no longer sustain on the basis of agriculture. So that's the story of agriculture. So what's the growth been based on? The growth has been based on largely the growth of services and to an extent also on construction activities. This is what Indian growth in this 30 years has been largely based on. More than 70% of the growth has been contributed by services and construction activities rather than agriculture and manufacturing, okay, and the industrial sector. So this has been the pattern of Indian growth. But there's also an important side to the Indian growth based on services and construction. Of this, the major component in terms of share in GDP is services. Okay. The world over, you've had a transition to a service-dominated economy subsequent to a successful industrialization process. And the world over, this process has been employment-led. That is, the movement of people into services employment is what has been led that process of increasing growth of services. And services share in GDP has followed. It's the exact opposite of what happened during industrialization processes. When industrial output increased, employment followed. But in the case of services, it's employment. So typically, if you look at any major advanced economy, bulk of their employment is in services. But in the Indian, and the share of services in employment is typically higher than the share of services in output. But in the Indian case, that's not true. The services share in employment is lower than its share in GDP, significantly lower. In fact, the gap between share in GDP and share in employment is highest in the case of services as compared to industry and agriculture. Agriculture, of course, has a much larger share of employment as compared to its share in GDP. And in agriculture, the extent of the crisis is not always captured by, if you look at the overall share of agriculture, because the biggest decline has taken place in crop production, which is the mainstay of agriculture and which is in which most Indian peasants and agricultural labor, the agricultural activity they're engaged in is in crop production. That's what has shrunk. Other parts, livestock, etc., which have a different set of nature of production activities, they have still managed to retain their share. It's really the crop production that has shrunk. Okay? And today is only about 10% of Indian GDP. Okay? That's where the bulk of agricultural employment is. Now, in the case of services, as I said, employment has not grown. So what you've actually seen in this 30 years, okay, and particularly markedly in the last second half of this 30-year period, is a decline in what we call work participation. That is the proportion of the Indian workforce or proportion of the population which is in the working age group, which is actually employed. That proportion has been declining. And the gap today is that 60% of the 60% plus of the Indian population is in the working age group. But those who are deemed to be employed are only 35%. That's the scale of the gap, and the proportion of the Indian population which is working, if that you compare with other countries, you find that the only comparable countries where you have comparable ratios are those countries which have highly aged populations, advanced countries with highly aged populations, which have a very small proportion of younger people.
we keep talking about our demographic dividend. That basically means that we have a very large proportion of young people. But the proportion which is actually employed is much less. So what has actually happened over this 30-year period, okay, and which has the way in which the cheap labor regime has been sustained, is that you have an exodus out of agriculture, seeking work elsewhere because agriculture can't sustain. This exodus from agriculture, given the conditions which is driving it, provides you with a supply of labor which is available at extremely low wages. Because what is the alternative for that labor? Is going back to agriculture, which is not able to pay them sufficiently. Okay. And as long as the employment that you are generating falls short of what is available in this quantity, you have a condition where the cheap labor condition is maintained perpetually. So the fate of the 90% of India's population, which is dependent on labor incomes of one form or the other, is that they are now placed in several different categories. There is one section of them, and that is largely made up of women, but now increasingly also men, who are no longer even seeking employment, but who are engaged in different activities in the household or around the household with the objective of sustaining the household, whose income from outside labor activities is extremely limited. So instead of being able to acquire your requirements, you use your own household's, part of the household's labor to meet different requirements of sustaining yourself. And that job largely, of course, falls on women, but now you see an increasing proportion of men also in that category. So that's why you see work participation amongst women being extremely low. Not explained by the fact that their household incomes are so high that they can sit at home and relax. And you have also official time use data which shows you that they are by no means relaxing. Those who are unemployed, not working, are by no means relaxing. They are at work as much as the men are, if not more. But the nature of activities they are engaged in are activities which are not employment, which are not bringing in an income into the household, but essentially compensating for the lack of income. And that way their labor is supporting the sustenance of a cheap labor economy. If that labor was missing, then with the wages being earned by the members of the household, those households would not have been able to sustain. And of course, you need the labor to be sustained also, only then can you make use of it as and when required. A second category is of people who are forced into looking for some kind of work, whatever is possible, because no wage employment is available, different kinds of self-employment which without significant amount of assets being available. So it is low productive employment which generates low incomes. So even if they're not in a wage employment, but self-employment, they are forced to work with low incomes. Part of that self-employment may also be linked up with the capitalist process of production in different forms of outsourcing, where again their low earning levels are taken advantage of. So indirectly, they contribute to the surplus in the core of the capitalist process of production. That's the second category. A third category is of those people who are in search of wage employment, who are always floating around, sometimes in this activity, sometimes in that activity, who in most are in a position where in the entire year will not get work for sufficiently large number. They are casual labor which is seeking work every day but doesn't get work every day of the year.
So only get limited period of time, which of course means that at the prevailing wage rates per day, the earnings, their annual earnings will be limited by the fact that they are not getting work for sufficiently large number of days. And then you have those who are in regular employment, except for a small section of them in white-collar employment, some in the public sector, some in the private sector, where you have high salaries. Except for a small section of them, a large number of them are engaged in activities where their employment itself may be highly productive, produce a large output. But because they are part of a large labor reserve, which exists in this economy, even their labor can be purchased, or their labor services can be purchased extremely cheap. And that's the point at which you see the maximum actual extraction of the surplus. Of course, it depends on the labor of all the people who are outside directly that particular process. This is the process which has allowed Indian growth to generate this kind of high levels of inequality over this 30-year period. Because whatever growth happens, it never generates enough employment to exhaust the labor reserve, keeps the wage level low, allows the use of technologies from abroad to increase productivity. And that allows those who have property, those who have assets to appropriate the surplus to a larger and larger extent. So it is this intensified exploitation maintained by this cheap labor regime which has allowed for what we see as this increase in inequality. And of course, if the distribution of income is increasingly skewed in this way, it also means that the distribution of wealth will also become increasingly skewed, because the 90% living on cheap labor don't have the means to accumulate. Whereas those who are getting the surplus, they are getting a larger and larger share of the income, and therefore able to not only enjoy high standards of living, they can also accumulate more and more wealth. Now, this particular polarization that has happened, of course, on this has been built, on this exists a second level of concentration of wealth and income. And that is the concentration that takes place through the corporate sector. So the corporate sector involves actually centralizing the wealth of many through different ways, through the financial system, through share issues, centralizing them and placing them under the control of a even smaller number or even smaller proportion of Indian society to be deployed and used as capital. And we have in India historically an additional layer that works on this, because you have in India a situation where you have a business group structure where Indian capitalist families, big capitalist families, are able to centralize control over a number of different legally independent companies. So that's why you have the group. Okay. The Tata Group is not one company. It is several companies. Okay. So you have this additional level of concentration. Okay. So ultimately the drivers of this process are India's large business groups, okay, who sit at the apex of this particular process and are the key agents of extracting as well as the surplus, as well as the agents of accumulation. And what is the level of that concentration? One can understand from this that as per the last income tax statistics available, there were 8 lakh companies in India which submitted income tax returns declaring their annual incomes in 2018-19. Of these 8 lakh companies, barely 350 companies
accounted for 55% of the profits. And now you remember that out of those 350, those 350 probably include Tata Steel, Tata Chemicals, TCS, all of them. So it's not even 350, but some 50 to 70 at best. Business families in India are sitting on top of this entire structure. In a country of 135 crore people. So they have gained from this process, not only in terms of profits, but also increasing their stranglehold over the production process within the economy. Okay. Now, of course, this process, however, has its contradictions, and these contradictions have produced cycles within the economy. It's not been one consistent process that you've seen throughout. GDP growth, because of the fact, partly because services and construction dominate that growth, and also because of the more recent changes in GDP calculation methodologies, do not always capture the cycles. If you want to actually see the cycles of the Indian economy, you have to look at manufacturing production and investment, including corporate investment. That is, when are they actually creating new capacities to produce? Okay. If you look at that, then you find that there are several different phases in this 30-year period. So in the early 90s, soon after liberalization, you have a period in which investment grows rapidly, driven by the private corporate sector. You have manufacturing production also growing rapidly. But from about 97 onwards, after the East Asian crisis, you have a 6-year period in which that investment collapses. And industrial growth also slows down. 2003, you have a revival of both. And in the case of investment, it is one of the most dramatic phases of investment in the Indian economy. So accumulation-wise, that's the real dramatic phase in the Indian economy, where the proportion of Indian GDP which is invested increases very dramatically in just a 5-year period. Very sharp increase takes place, and annually, roughly about half the new expenditure in the Indian economy is that investment. That is, it is also the source of the major source of increase in demand in the economy, is investment, not consumption. But after the global crisis, it's been a complete reversal, where that particular investment to GDP ratio has been consistently downwards, and overall investment levels have been stagnating. In this particular decade, from 2011-12 till today, even before COVID is true, but of course after COVID it is even more true. If you look at not the GDP data, but you look at the index of industrial production, which was also introduced with the same base year as the new GDP series, in fact introduced after. If you look at what has happened to manufacturing growth in this period, okay, then that's a picture which shows that in the history of independent India, this has been India's second decade of industrial stagnation. The first decade is after 1965, okay, after the third 5-year plan. At the end of the third 5-year plan, you have what was called the stagnation decade, and the whole debate about what were the causes behind that particular stagnation. So the Nehru-Malanabes strategy engineered a process of rapid industrial growth, particularly during the second and third 5-year plans. That came to a halt in the mid-1960s in the back of 2 years of drought, agricultural failures, war with Pakistan, and things like that. And we never recovered from that for at least 10 to 15 years. So that's referred to as the stagnation decade.
Now we actually have a second stagnation decade. And from 1980 till the present, if you see, this 10-year period has seen the worst industrial growth performance in the entire 4 decades. There is no period in the past has seen in this 40-year period as slow an expansion of manufacturing production as you've seen in this period. And manufacturing production levels are also indicating what's happening to investment, because if you look at capital goods within this, capital goods production in India today is at the same level as it was in 2011-12. So if you know, even the index normally has a base year, means the base year has a value of 100. Okay. If you look at the value of the index of capital goods from 2011-12 till now, it is often below 900 and never gone above 104. Okay, so it's almost frozen at that level. And the same story is there with regard to imports of capital goods. So you can either spend on capital goods that you produce, or you can spend on capital goods that you import. Neither is happening. Okay. So the accumulation process clearly has run into a deep crisis. Okay. The accumulation process has run into a deep crisis, and the fact that it has lasted for so long indicates that this is not a short-term cyclical downturn which will correct itself, but something of a longer-term nature. What it is indicating is that India's neoliberal process of capitalist development is suffering now the problems of an over-accumulation of capital. So what are the reasons why you have this problem? One is, of course, if you're maintaining that cheap labor conditions, and that's the basis on which you're extracting a larger surplus, a larger profit, which is then financing rapid accumulation. You have accumulation of capital on one side, but large part of the potential domestic market doesn't increase in size. So there is a demand constraint that is inherent in this particular trajectory of development. That domestic consumption demand is something that cannot sustain. Okay. The possibilities of even and right through, one of the stories of implications of India's particular trajectory of growth was that India was never successful in growing on the basis of becoming a cheap location of production of manufactured products for the world market. We made use of our cheap labor to be a successful exporter of certain categories of services, which is IT services. Okay. Even though that sector does not directly, is it not a cheap labor sector, okay, but it still relies on being located within a cheap labor economy. Because what you pay to an IT employee in India, it's a high salary in India, but why is it a high salary in India? Because what it can buy in India is much more than what can be bought in the United States with the dollar equivalent of that salary converted at the current exchange rate. So what enables that is the availability of cheap labor services. So the IT sector also relies indirectly on cheap labor. But manufacturing, even with cheap labor, has not been able to be highly successful as a producer for the world market. So what you actually had in India is, with globalization, and this is in contrast to what has happened in several other peer third world economies, is that India's trade deficit, the difference between goods that it buys and the goods that it sells, has actually increased on an average much larger than was the case before 91.
There have been ups and downs, but in general, much larger. And therefore, India has become dependent on capital flows to cover its deficit. And the problem is that the capital flows that it gets are not the capital flows which will generate exports. Capital flows that will generate exports will be the capital flows that will come if you are a competitive location for production. If you're not, then that kind of capital flow doesn't come to you. That kind of foreign direct investment doesn't come to you. What you only get are either financial flows, short-term volatile capital flows, or you get FDI that is primarily interested in the domestic market, not really, which feels it's better to produce in India than to produce outside and bring to India, but it doesn't generate any export earnings. So this problem of the gap is not a correcting problem, but in a sense gets aggravated by the fact that you get capital flows, and which means that Indian, on the external sector, always remained extremely vulnerable. And that meant the ability of the Indian state to use its powers of taxation and expenditure to address the demand problem is also remained extremely limited. So if you don't have domestic consumption demand, you are not able to grow by exports. Your state is not able to expand in any form demand by increasing expenditure. Forget about using taxes and expenditure to redistribute incomes and address the problem of inequality in which the problem is ultimately rooted. You're not able to do that. Then the only thing that remains is investment has to create its own basis. And when it can't, because it can't find a market, investment slowing down itself aggravates that demand constraint, because the investment itself is an expenditure that it creates capacity, but it also creates demand. And the sector that is most affected by that is, of course, the industrial sector. And when you have this crisis, of course, whatever little employment generation that happens, that also slows down. You don't have a resolution of the problem of demand that is resulting from the cheap labor conditions. So that's the kind of crisis into which India's capitalist development process entered into after this global crisis, but more specifically at the beginning of the second decade of the 21st century. Now, this particular crisis has generated two different kinds of pressures for change on the Indian state. One is the pressure coming from the large majority of the working people who need some resolution of what is their crisis, and a deepening crisis. Because for them it is a crisis of survival. How are they going to sustain and survive? And it's a different problem from the problem of poverty we've experienced in the past. Because historically in India, when large majority of the population was reliant on agriculture, if you were reliant on agriculture, you may have been poor, you may have been subject to the uncertain vagaries of the weather, but you could be still assured that some minimum requirements of survival will be available. That stability is now gone when people are no longer. So today you could be making some money which is enough to enjoy more than the minimum standard of life. Tomorrow you could have nothing. That's the kind of condition which we have reached today. So from the people, working people, there is this, in some form, they need a resolution for this crisis. And that pressure is a pressure that is exerted on the Indian state. Okay. Partly it is exerted simply because of the fact that you still have a system of elections, governments have to be elected, so they feel some pressure at least, no matter what the conditions. And partly it is, of course, a pressure that is created by movements. Farmers' movement is something that we have seen. So there are
and of course, workers have also been engaged, different sections have been engaged in movements. And the fact that electoral results show a particular picture doesn't mean that this pressure doesn't exist. It exists on the Indian state. On the other side is the pressure to resolve the crisis from the standpoint of Indian capitalists. For them, what is the solution to the crisis? There, as I said, they face this contradiction. Either you try and make more profit out of an existing level of production, which means you have to squeeze out someone else. Okay. And you accumulate on that basis. Or you expand production and grow your profits that way. If expansion is not happening, if the solution to the problem of expansion involves actually capitalists having to give up the conditions of cheap labor, that's something that is not acceptable to them. From their standpoint, that would be a disaster. So their solution is more of the same. Find within this system of production greater opportunities for the expansion that are not dependent on expansion of production. So it has to encroach, it's a more parasitic, encroaching phase of capitalist development in India that we have now entered. So where are you going to expand? What are the sources of expansion? The sources of expansion are, one is of course within existing production activities, if you can squeeze labor a little bit more and intensify the exploitation of workers. But there are limits to that, given the fact that the cheap labor condition has reached such a point that there is not much that you can extract anymore out of intensified exploitation of labor. So if you look at India's organized factory sector, wages are taking only about 12 to 13% of the value added. How much more profits can you get by squeezing that? It doesn't even enable you, and one of the contradictions that is being faced is that you can't even improve your competitiveness by squeezing wages anymore. Because in industrial production, for example, value added is only about 15 to 18% of the total value of any production. The rest is input costs. If of that value added only 12 to 13% is going to labor, then if you're buying a manufactured product for 100 rupees, no less than 2 rupees is going to labor. You can halve it, you can double it. It makes no difference to the competitiveness that you can achieve. And the extracting more production or productivity out of cheap labor has also limits. It's the conditions of that labor, its training, its skills will also, what cheap labor economy can sustain, that also has limits. So there's not much that you can get out of that, though the attempt is, of course, to try and extract the maximum there also. The other parts of that process is you encroach on those areas of the economy, those economy which are not under corporate control. So you eat up more, bring more of the activities into your fold at the expense of others. So farm laws was one example of what was the attempt at doing this. That okay, a large part of agriculture and agricultural trade is outside the corporate. It's private. It was not public sector. It's private sector, but not in corporate control. So you bring that. We try and encroach on that and bring it within your fold. That's a pressure. If within capitalists there are some who are unsuccessful, you transfer their assets to the successful ones at dirt cheap prices. So all this writing off of loans and transferring through the assets of companies which have
not been able to repay that, transfer that to them. This is part of the process, which of course increases the concentration. So within the capitalists also there are those who are losing out and there are some few who are gaining. So this way, and of course whatever is left of the public sector, you try and bring that also into your fold. And today it has reached a point where a system is being put into place where public sector's job is to first invest and create assets. Once they are proved to be viable, hand them over to the private sector. That's what the asset monetization process is all about. That you sell to the private sector, use those resources to create fresh assets. When they are deemed to be viable, found to be viable, you transfer them to the private sector. If they are not viable, they'll stay with the public sector. So you have this kind of a process that is also being unfolded. Now, between these two competing pressures of change, there is no reconciliation that is possible. One will involve actually increasing taxes, stepping up public expenditure, public sector in a sense replacing private sector in so many activities. None of that is something that the capitalist class is acceptable to them. So between these two, there is no reconciliation. And the response, therefore, is the marrying of the interests of the Indian bourgeoisie and its process of capitalist development through neoliberalism with communal ideology as the only way possible for them to tilt this contestation in their favor, as that's the only practical path available to them. And therefore, the problem, the danger of communalism that we are now facing is not just the fact that a certain political formation has acquired a certain significance, but it has the solid backing of the Indian bourgeoisie. And for them, there is no other path. So that divisions within them are likely to lead to some change in that, I don't think that's something that one can anticipate as a reality in the immediate future. Certainly not without a significant change in the correlation of class forces in the country. So only a change in the correlation of class forces would make them also even rethink whether this is the right path to go or not. So that's the condition in which we find ourselves today. And I'll conclude by saying, however, that the response of the Indian bourgeoisie to the crisis that is a product of the contradictions of this neoliberal process of development, that crisis represents no resolution of the crisis itself, even the purely economic crisis side of it. But even if you look at the political response to the crisis is what can be described as trying to impose some kind of an order on a state of disorder. But precisely because it doesn't offer a solution to the real crisis, it is a disorder, an attempt to impose an order which only adds to the disorder, adds new elements to the disorder. No stability is possible in this condition. And if you do not have a resolution of the economic crisis with all its dimensions, keeping all its dimensions in mind, and you have this continuous propagation of the state of disorder, the combination of these, what it will produce, is something perhaps they themselves are not able to anticipate. I will stick my neck out and say that unless a change in the correlation of forces in India forces a change in this trajectory, unless it forces a change in this trajectory, then the anarchy that lies ahead is something that we may not be able to anticipate today. Let us not forget, India is not just a multi-religious country with a very large minority which is under target.
okay, which is a very large in absolute numbers. It's also a multinational country. And this combination of this crisis, which is a crisis, social crisis of a vast scale, and this poison, what anarchy it will produce in the future is something that we may not be able to anticipate. I just hope that my hypothesis is never actually going to be tested. And we shall see a change taking place before we reach that particular point. But that, I think, is the challenge before all of us. I think that therefore the challenge is much more than simply trying to either deal with the problem of communalism or deal with the problem of an economic crisis. It is much bigger when you look at the two in their interconnections and in their totality. So with that, let me conclude. Thank you so much. പ്രൗഢഗംഭീരമായ രണ്ട് പ്രഭാഷണങ്ങൾ നമുക്ക് ഈ കേൾക്കാൻ കഴിഞ്ഞു. നമ്മുടെ സമയം 2:15-അടുത്ത സെഷനിലേക്ക് കടക്കേണ്ടതാണ്. ഓൾറെഡി നമ്മൾ 15 മിനിറ്റ് അധികം എടുത്തു കഴിഞ്ഞു. രാവിലെ തുടങ്ങാൻ അല്പം താമസിച്ചതുകൊണ്ടാണ്. ഇനി നമുക്ക് ഒരു ചോദ്യത്തിൻ്റെ സെഷൻ നമ്മൾ വെച്ചിരുന്നു, പക്ഷേ അതിനുള്ള സമയം ഇപ്പോൾ കാണുന്നില്ല. അടുത്ത സെഷനിലേക്ക് നമ്മൾ പോകണം. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ സംഘാടക സമിതി എഴുതി അതനുസരിച്ച് ബന്ധപ്പെട്ട സ്പീക്കേഴ്സിൻ്റെ കയ്യിൽ നിന്നും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രതിനിധികൾക്ക് ലഭ്യമാക്കാവുന്നതാണ്. ഈ സെഷൻ ആദ്യ പ്രഭാഷണം എളമരം കരീം MP നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ തൊഴിലാളി വർഗത്തിൻ്റെ ചരിത്രവും ഇന്നത്തെ വർത്തമാനകാല പ്രതിസന്ധിയും അദ്ദേഹം ഇവിടെ അനാവരണം ചെയ്തു. പ്രൊഫസർ എസ് മുഷുംദാർ അദ്ദേഹം 30 വർഷത്തെ ഈ പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയതിൻ്റെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം അദ്ദേഹം ഇവിടെ വരച്ചു കാട്ടുകയുണ്ടായി. ഇന്നത്തെ ഇന്ത്യൻ ഭരണാധികാരികൾ പുറത്തു നൽകുന്ന കണക്കുകളുടെ പൊള്ളത്തരം അദ്ദേഹം ഇവിടെ വിവരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും കൂടുതൽ ചർച്ചകൾക്കും കൂടുതൽ വിശാലമായ പ്രവർത്തനങ്ങൾക്കുമെല്ലാം സഹായകരമായ 2 പ്രഭാഷണങ്ങളാണ് നടത്തിയത്. ഈ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ സെഷൻ നന്ദി പറയുന്നതിനു വേണ്ടി KGOയുടെ നേതാവ് സഖാവ് ജയകുമാറിനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രതിനിധികളെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ലോകരാജ്യങ്ങളാകെ തന്നെ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഓക്സ്ഫോർഡ് ഈ വർഷം സഖാവ് EMSൻ്റെ 24 ദിവസ ദിനത്തിൽ ഇവിടെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ വളരെ ലളിതവും സാമാന്യ സവിസ്തരവുമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു. അതിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അധ്വാനം, തൊഴിൽ, ഈ വിഷയം ഈ ഉദാരവൽക്കരണ നയവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് വളരെ ലളിതവും ആശയസമ്പുഷ്ടവുമായി ഇവിടെ പ്രഭാഷണം നടത്തിയ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള MP-യുമായിട്ടുള്ള സഖാവ് എളമരം കരീമിനോടുള്ള സംഘാടക സമിതിയുടെ നിസ്സീമമായ നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഈ നയവുമായി ബന്ധപ്പെട്ട് ആ സാമ്പത്തിക മേഖലയിലെ അതിൻ്റെ സാമ്പത്തിക വളർച്ചയും അതിൻ്റെ സാമ്പത്തിക വശവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ ആശയ സംവാദം നടത്തിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ പ്രൊഫസറായിട്ടുള്ള സുർജിത് മജുംദാർ, അദ്ദേഹത്തിനോടുള്ള ഈ സംഘാടക സമിതിയുടെയും ഇവിടെ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ പ്രതിനിധികളുടെയും അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ 2 പ്രഭാഷണങ്ങളും ശ്രവിച്ച ഈ ജില്ലയിലെയും മറ്റ് ജില്ലകളുടെയും വർഗ ബഹുജന സംഘങ്ങളുടെ പ്രതിനിധികളുടെയും മറ്റ് പ്രതിനിധികളുടെയും അവർക്കുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഈ 2ാമത്തെ സെഷനിൽ അധ്യക്ഷത വഹിച്ച നമ്മുടെ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് PK ബിജു, അതുപോലെ തന്നെ ആശംസ അർപ്പിച്ച ഈ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനായിട്ടുള്ള PK ഷാജൻ എന്നിവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സെഷൻ അവസാനിച്ചതായി അറിയിക്കുന്നു.